യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബഹുദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. എന്താശങ്കയനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ കുഞ്ഞിൻ പാലനമോർത്തതിന്നുചിതമായി സ്തന്യം ചമച്ചില്ലയോ. വീണ്ടും വീണ്ടുമിതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. ഹരിഹി ഓം ഹരിഹി ഓം ഹരിഹി. എല്ലാവരും ഓ എന്തിനാ ഞാൻ ഈ ജപിക്കുന്നത്? എനിക്ക് കേൾക്കാനോ? നിങ്ങൾ ജപിക്കണതാ എനിക്ക് കേൾക്കേണ്ടത്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാനാ ജപിക്കണത്. എൻ്റെ കൂടെ ജപിക്കണം. ഇതാ എല്ലാവരും ഓ പോരാ. ഓ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമാണല്ലോ നടക്കുന്നത്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു പാരമഹംസ്യ സംഹിതയാണെന്ന് പലപ്പോഴും നാം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉറപ്പിച്ച് നിങ്ങളെല്ലാവരും പ്രേക്ഷകർ മനസ്സിലാക്കണം, ബാക്കിയുള്ളവരോടും പറയണം. പാരമഹംസ്യ സംഹിതയാണ് ശ്രീമദ് ഭാഗവതം. അത് വാസ്തവത്തിൽ ഒരു വിശേഷപ്പെട്ട ശാസ്ത്രമാണ്. ശാസ്ത്രം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? എന്ത് വിഷയം പ്രതിപാദിക്കുന്നുവോ ആ പ്രതിപാദിക്കുന്ന വിഷയത്തെ കൂലങ്കഷമായി പരിശോധിച്ച് ഏതെല്ലാം പറയുന്നുവോ അതിനെ എല്ലാറ്റിനെയും കുറിച്ച് അതിൻ്റെ വിവിധ വശങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ, അത് സംബന്ധിച്ച നേട്ടങ്ങൾ, നേട്ടക്കുറവുകൾ, അതിൽ വരാവുന്ന കൽമഷങ്ങൾ, അത് നീക്കാനുള്ള വഴികൾ, ഇങ്ങനെ എല്ലാറ്റിനെയും പരാമർശിച്ചുകൊണ്ട് വിചിന്തനം ചെയ്തുകൊണ്ട് അപഗ്രഥനം ചെയ്ത് വായിക്കുന്നവരെയും കേൾക്കുന്നവരെയും മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ നോക്കുമ്പോൾ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എന്താ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതൊരു ശാസ്ത്രമാണെന്ന് പറഞ്ഞു. ആ ശാസ്ത്രത്തിൽ എന്താണ് പ്രതിപാദ്യം? ഒരു ഉത്തമ ശാസ്ത്രം തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ പറയും അതിലെന്താണ് പ്രതിപാദിക്കാൻ പോണത്, എന്താണ് ഇതിൻ്റെ വിശേഷം എന്ന് ആദ്യം തന്നെ പറയും. അത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് വാസ്തവത്തിൽ ഒരു ശാസ്ത്രത്തിന്റെ വിശേഷം. ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ജന്മാദ്യസ്യ യതോന്വയാദിതരതഃ ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട്. ജന്മാദ്യസ്യ യതഃ, ആദ്യത്തെ വാക്കുകളത്.
നമ്മുടെ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം വേറെ എന്തോ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഈ ലോകത്തിന്റെ തന്നെ ഉറവിടം, ഉത്പത്തി സ്ഥാനം, അത് തുടങ്ങിയ ഇടം, അതിന് കാരണഭൂതമായിട്ടുള്ളത് എന്തോ ആ പ്രഭാവം, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും അടക്കം അധിവസിക്കുന്നതാണ് ഈ ഭൂതലം. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ്. ഒരു പക്ഷേ ഗോളങ്ങളിൽ വെച്ച് വളരെ ചെറിയ ഒരു ഗോളമാണ്. ചന്ദ്രൻ ഭൂമിയേക്കാൾ ചെറുപ്പമാണ്. ഈ ഭൂമി ഉണ്ടായത് സൂര്യനിൽ നിന്നാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അങ്ങനെ ഭൂമിക്ക് ഉത്പത്തി സ്ഥാനമായിരിക്കുന്ന സൂര്യൻ, അപ്പുറത്ത് ചന്ദ്രൻ, അങ്ങനെ പല നവഗ്രഹങ്ങളെപ്പോലെ പല ഗ്രഹങ്ങളുമുണ്ട് ലോകത്തിൽ, വിശ്വമണ്ഡലത്തിൽ. ഇവ എല്ലാറ്റിനും തന്നെ ഉറവിടമായിരിക്കുന്ന പ്രഭാവമെന്തോ, സത്തയാണെങ്കിൽ സത്ത്, ചിത്താണെങ്കിൽ ചിത്ത്, അല്ല അവർണ്യവും അചിന്ത്യവുമായിരിക്കുന്ന ഒരു പ്രഭാവമാണ് മഹത്തയാണെങ്കിൽ അത് എന്താണെന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ചർച്ച നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുവോ ഇല്ലേ? ഇഷ്ടപ്പെടേണ്ടതാണ്. എന്താ കാര്യം? എടോ, താൻ ഇവിടെ വരിക, തൻ്റെ കുടുംബക്കാരെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി തരാം. തൻ്റെ അച്ഛൻ, അമ്മ, ആ അച്ഛനമ്മമാരുടെ അച്ഛനമ്മമാർ, അങ്ങനെ മടങ്ങി പോയി ആദ്യകാലത്ത് ആ ആദ്യ മാതാപിതാക്കളുണ്ട്. അവരും എവിടുന്ന് വന്നുവോ ആ സ്ഥലം പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത് കൂർപ്പിച്ച് കേൾക്കുവോ കേൾക്കില്ലേ? അതുപോലെ ഒന്നാണ് ഇവിടെ നാം അധിവസിക്കുന്ന ഭൂമി. ആ ഭൂമിയെ ചുറ്റി വലയം ചെയ്ത് നിൽക്കുന്ന വായുകോശം, അതിൻ്റെയും അപ്പുറത്ത് കിടക്കുന്ന അനന്തമായിരിക്കുന്ന ആകാശം, ഇതിനെല്ലാറ്റിനും ഉത്പത്തി സ്ഥാനം എന്തോ, അതിനെക്കുറിച്ചാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് എന്ന്. ആ ഉത്പത്തി സ്ഥാനം എങ്ങനത്തതാവണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സ്ഥൂല വസ്തുക്കളുണ്ട്, സൂക്ഷ്മ വസ്തുക്കളുണ്ട്. സ്ഥൂലം സൂക്ഷ്മം എന്ന് രണ്ടും പറയാൻ പറ്റാത്തതായ വിശേഷപ്പെട്ട വസ്തുവിനെയും ഇവിടെ കാണാം. ഇതിനെല്ലാറ്റിനും ഉറവിടമായിരിക്കുന്ന ഒരു മഹത് പ്രഭാവമുണ്ട്. ആ പ്രഭാവത്തെക്കുറിച്ചാണ് നാം പറയുന്നത്. എന്തെങ്കിലും ഒരു സാധനത്തിന് നിങ്ങൾ നിയന്ത്രിക്കണമെങ്കിൽ, ഒരു പുഴയാണെന്ന് വെച്ചോളൂ, ഒഴുകി വരുന്ന ഒരു പുഴ, അതിനെ നിയന്ത്രിക്കണമെങ്കിൽ അത് എവിടുന്ന് വന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് സ്ഥലം വെട്ടിത്തിരിച്ച് മാറ്റാൻ സാധിച്ചു എന്ന് വരാം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് വേണ്ടതുപോലെ അപഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ, അതിന്റെ ഉറവിടവും മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ മുകളിൽ എന്തെങ്കിലും നിയന്ത്രണം ചെലുത്താൻ നമ്മെ കൊണ്ട് സാധിക്കുള്ളൂ. അതാണ് ഭാഗവതം തുടങ്ങണത്. തുടക്കം തന്നെ ജന്മാദ്യസ്യ യതഃ. ജന്മ ആദി, വെറും ജന്മം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ജന്മം ഒരു ഭാഗത്തുണ്ടായി, അതിനുശേഷം അത് നിലനിൽക്കുന്നു, അതിൽ പല സാധനങ്ങളും ഇല്ലാതെയായി ലയിച്ച് നശിച്ചു പോകുന്നു. അങ്ങനെ ജന്മം, നിലനിൽപ്പ്, ലയം അല്ലെങ്കിൽ നാശം, ഇങ്ങനെ എല്ലാ കാര്യത്തിനെയും കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ആ പ്രതിപാദിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു പ്രതിപാദനമാണ്. അത് കേട്ടാൽ തന്നെ മനസ്സിലാവും, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് കെട്ടുകഥകളോ വെറും കഥകളോ ആയിട്ടുള്ള ഒരു സംവാദമോ ഒരു ആവിഷ്കരണമോ ഒരു പ്രതിപാദനമോ അല്ല. അത് വളരെ ശാസ്ത്രീയമായി, മൂല്യവത്തായി, മനുഷ്യന്റെ മനസ്സിനെന്നതുപോലെ ബുദ്ധിക്കും ആലോചനയ്ക്ക് വക നൽകി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പതിപ്പിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് അവസാനം സാക്ഷാത്കരിച്ച് ജീവിതത്തിൽ വിനിയോഗിക്കേണ്ടതായ വിശേഷപ്പെട്ട ഒരു സമ്പത്തും നേട്ടവും മികവുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് അതിലെന്താ പറയുന്നത്? എത്ര ത്രിസർഗോ മൃഷ. ഇതിന്റെ ഉറവിടത്തിന് നിങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന കോലാഹലമുണ്ടല്ലോ, ഇത് മുഴുവനും മിഥ്യയായി മായയായി പരിണമിക്കുന്നു. ഞാൻ പറഞ്ഞത് കേട്ടോ? നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ ഉറവിടം മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ആ ഉറവിടത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും വേണ്ടതുപോലെ വിലയിരുത്തും എന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വഴുതിപ്പോയി ഒരു സ്വപ്ന പ്രപഞ്ചത്തിൽപ്പെട്ട് പുരുഷൻ സ്ത്രീയായും സ്ത്രീ പുരുഷനായും രണ്ടാമത് വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായി, സ്ഥലം മാറി താമസിച്ചു, ഡൈവോഴ്സ് കൊടുത്തു എന്നൊക്കെ സ്വപ്നം കണ്ടാൽ എണീറ്റ് കഴിഞ്ഞാൽ ഇത് മുഴുവനും വാസ്തവാണോ? അതുപോലെ ആയിത്തീരും. ആ ഉറവിടം നിങ്ങൾ മനസ്സിലാക്കൂ. ആ ഉറവിടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കാണുന്ന പ്രപഞ്ചം അത്രയും മിഥ്യയായി തീരും. ത്രിസർഗോ മൃഷ, അങ്ങനെ വിശേഷപ്പെട്ട ഒന്നാണ്. ഈ ശാസ്ത്രം പ്രതിപാദിച്ച് നമ്മളെ കൊണ്ട് എന്താണിത് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി.
നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പറയൂ. സത്യം പരം ധീമഹി. പോരാ, സത്യം പരം ധീമഹി. ഒരിക്കൽ കൂടി, സത്യം പരം ധീമഹി. സത്യം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പരം എന്നും പലരും കേട്ടിട്ടുണ്ടാവും. ഈ പരവും സത്യവും കൂടി കൂട്ടിവെക്കുമ്പോഴാണ് നമുക്ക് ആ പരമസത്യത്തെ പറ്റി മനസ്സിലാവുന്നത്. സാധാരണ സത്യത്തിന് എന്താണ് നിർവചനം? ഞാനേ കണ്ണുകൊണ്ട് കണ്ടതാ, എന്റെ കാതുകൊണ്ട് കേട്ടതാ എന്നാണ് എല്ലാവർക്കും പ്രമാണം. എന്നാൽ പരമമായ സത്യം നിങ്ങൾക്ക് കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഗ്രഹിക്കാൻ പറ്റില്ല. സ്വാമിജി അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. സ്വാമിജി ഒന്ന് കാണിച്ചു തരാമോ? കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താം. നിങ്ങളുടെ തന്നെ മനസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ മിണ്ടാത്തവര്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ഒരു പുരുഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരിൽ ഏതെങ്കിലും ഒരാളുടെ മനസ്സ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ലേ? ആ മനസ്സല്ലേ ഈ ദേഹത്തെ ചലിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. എന്നാൽ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മൂക്കുകൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഈ മനസ്സിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാനോ അവിടെ ചുഴിഞ്ഞിറങ്ങാനോ സാധിക്കുമോ? സാധിക്കില്ല. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ അതിന്റെ എതിർഭാഗത്തുള്ളത് പുറത്തുള്ളതാണ്. ഇത് കണ്ണിനെ കൊണ്ട് കാണിപ്പിക്കുന്നതാണ്, കാട്ടിത്തരുന്നതാണ് ഈ മനസ്സ്. അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. അതിനെയാണ് പരം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താ ഈ പരശബ്ദത്തിന് അർത്ഥം? ഈ ലോകം മുഴുവനും നമ്മുടെ ശരീരമടക്കം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ദ്രിയ ഗ്രാഹ്യം ഐന്ദ്രിയം എന്ന് പറയും. ആ ഐന്ദ്രിയ തലത്തിന് മീതെ നിൽക്കുന്നതാണ് ഇത്. ഇന്ദ്രിയ തലത്തിന് അപ്പുറത്ത് നിൽക്കുന്നതാ. ഇന്ദ്രിയ തലത്തിന് അപ്പുറം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാം. വെളുപ്പാങ്കാലത്ത് എണീറ്റാൽ സൂര്യൻ ഉദിക്കുന്നത് നാം കാണുന്നു. നാം എവിടെയാ? ഭൂതലത്തിൽ ഏതോ ഒരു കോണിലാണ് ചെറിയൊരു ശരീരത്തോടുകൂടി ഏറ്റവും ചെറിയ 2 കണ്ണുകളോടുകൂടി നാം വസിക്കുന്നത്. ആ മൂലയിൽ നിന്ന് നോക്കിയാൽ ഈ സൂര്യോദയം ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെയാണ് ഭൂമിയിൽ നിന്ന് സൂര്യൻ. ആ സൂര്യന്റെ പ്രകാശം ഇവിടെ ഇരുന്ന് 2 കണ്ണുകൾ കൊണ്ട് നാം ഗ്രഹിക്കുന്നു. അപ്പൊ പുറമേയുള്ള എല്ലാറ്റിനെയും ഗ്രഹിക്കാൻ നമ്മൾക്ക് ഒരു ഇന്ദ്രിയം അല്ലെങ്കിൽ മറ്റൊരു ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ള്. മനസ്സിലായോ നിങ്ങൾക്ക്? ഗ്രഹിക്കുന്നുണ്ടോ പ്രേക്ഷകരെ? പരം സത്യം എന്ന് പറഞ്ഞാൽ പുറമേ അല്ലാതെ, പുറമേയുള്ളത് മുഴുവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ ഗ്രാഹ്യമാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ളതാണത്. അപ്പൊ ആ പരമസത്യം നിങ്ങളിൽ നിന്ന് വളരെ ദൂരെയോ അതോ വളരെ സമീപത്തോ? ഏറ്റവും സമീപത്താണ്. ആ ഏറ്റവും സമീപത്തുള്ള വസ്തുവിനെയാണ് നാം മറന്നിട്ടും മറക്കാതെയും അനാദരിച്ചും അവഹേളിച്ചും അവഗണിച്ചും അതിന്റെ വിഭവം നോക്കാനോ ഗ്രഹിക്കാനോ മറ്റു തരത്തിൽ വിനിയോഗിക്കാനോ ഒന്നും നോക്കാതെ നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോകുന്നത്. ഇത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം വ്യർത്ഥമായി പോവാണ്. നമ്മുടെ പിങ്കള, വിദേഹരാജ്യത്തിലുള്ള വ്യഭിചാരിണി, ആ പിങ്കള ഒരു ദിവസം പലരെയും കാത്തു നോറ്റിരുന്ന ഒരൊറ്റ ആളും വന്നില്ല. അപ്പൊ നിരാശയായി പുറത്തും അകത്തുമായി പോയി വന്ന് ആ ദീർഘശ്വാസം വലിച്ചതിന് ശേഷം അവസാനം വിരമിച്ച് അങ്ങോട്ട് ഇരുന്നു. സോഫയിലിരുന്നപ്പോ തന്നെത്താനെ ഒരു വൈരാഗ്യം വന്നു അത്ര പെട്ടെന്ന്, ഈശ്വരാനുഗ്രഹം കൊണ്ട്. ആ വൈരാഗ്യത്തിൽ പാടിയ പാട്ട് ശ്രീകൃഷ്ണൻ വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. ആ അവതരിപ്പിക്കുന്നതിന്റെ സ്വരൂപാണ് എന്നെപ്പോലെ മൂഢയായിട്ട് ഒരാളും ഈ വിദേഹരാജ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത്. എന്താ കാരണം? സുഹൃത് പ്രേഷ്ഠതമോനാഥ ആത്മാചായം ശരീരിനാം. എനിക്ക് ഏറ്റവും സുഹൃത്തായി സമീപസ്ഥനായി എന്റെ ഉള്ളിൽ അധിവസിക്കുന്ന ഒരു രമണ സുന്ദരനുണ്ടായിരുന്നു. ആ സുന്ദരനെ ഞാൻ ഇത്ര കാലവും ഉപേക്ഷിച്ച് ഈ മനുഷ്യ കോലങ്ങളുടെ പിന്നാലെ പോയില്ലോ. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീഹി എന്നാണ് പറയുന്നത്. ഈ വിദേഹരാജ്യത്തിൽ എന്നെപ്പോലെ പ്രമൂഢയായിട്ട് വേറെ ഒരാളുമില്ല. എന്താ കാരണം? സന്തം സമീപേ, എന്റെ ഏറ്റവും സമീപം. ഏറ്റവും സമീപം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം കൂട്ടരെ ഒന്ന് പറയൂ പ്രേക്ഷകരെ. നല്ല പോലെ നിങ്ങൾ ചിന്തിക്കണം. ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാ?
നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് മനസ്സ്. ആ മനസ്സാണ് ശരീരത്തേക്കാൾ നമുക്ക് സമീപസ്ഥം. മനസ്സിനേക്കാൾ സമീപസ്ഥമാണ് ബുദ്ധി, അതിനേക്കാൾ സമീപസ്ഥമാണ് അഹങ്കാരം, അതിലും വലിയ സമീപമാണ് താൻ തന്നെയാണ് ഞാൻ ഞാൻ താൻ താൻ എന്ന് പറയുന്ന ആ അന്തസത്ത. അങ്ങനെ എൻ്റെ ഉള്ളിൽ സന്തം സമീപേ രമണം രതിപ്രദം, രമണനാണ് ആ ആള്. രതിപ്രദം, രതിസുഖം, ശരീരത്തിൽ യുവത്വം സൃഷ്ടിച്ച് ആ യുവത്വത്തിലൂടെയാണ് എല്ലാ വിധത്തിലുള്ള കാമഭോഗങ്ങളും നാം അനുഭവിക്കുന്നത്. വിത്തപ്രദം, ആർക്കെങ്കിലും പണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കയ്യും കാലും എടുത്ത് ആലോചിച്ച് പ്രവർത്തിച്ച് ഉത്പന്നങ്ങൾ ഉണ്ടായും കച്ചവട സാധനങ്ങൾ മേടിച്ചും കൊടുത്തും എല്ലാം ഉണ്ടാക്കുന്ന പണമാണ്. ഇതിനൊക്കെ സഹായിക്കുന്നവനാണ് ഈ രമണൻ. അങ്ങനെ ഒരാളെ വിട്ടുകളഞ്ഞ് തുച്ഛമഹം ഭജേജ്ഞ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം. അകാമദം, ഞാൻ ആശിച്ചത് ഒറ്റ ആളും എനിക്ക് തന്നില്ല. തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊരാളുടെ പിന്നാലെ പോകുമായിരുന്നില്ല. എന്നാൽ ഞാൻ ആശിക്കാത്തതും വെറുക്കുന്നതുമായി പലതും തന്നില്ലേ. അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം. ദുഃഖം, ഭയം, ശോകം, ആദി ഇത് മുഴുവനാണ് ഓരോരുത്തരുടെ കൂടെ പോയി കുറച്ച് സമയം ചെലവ് ചെയ്താലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നെപ്പോലെ മൂഢബുദ്ധി ആരെങ്കിലും ഉണ്ടോയെന്ന്. ഞാനിത് എന്തിനു പറഞ്ഞു? സമീപസ്ഥം എന്നാണ് ചിത്രീകരിക്കുന്നത് ഉള്ളിലുള്ള അന്തരാത്മാവിനെ. ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ തന്നെയാണ് നമ്മുടെ ജീവൻ. ആ ജീവനെ സമീപസ്ഥമായിരിക്കുന്ന സാന്നിധ്യം എന്നിങ്ങനെയാണ് പിങ്കള ചിത്രീകരിക്കുന്നത്. ആ ചിത്രീകരണം വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ പരം സത്യം എന്ന് പറയുന്ന സമയത്ത് ആ സത്യം ഏതാണ്ട് വിദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുത്. ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയാണ്, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണ്. ഇന്ദ്രിയങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിൽ 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 എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരണം, അറിയണം, പറയണം, പറഞ്ഞു കൊടുക്കണം, പ്രതിപാദിക്കണം, ശഠിക്കണം. ആ പരമമായിരിക്കുന്ന സത്യത്തെ കണ്ണടച്ച് കുറച്ചു നേരം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് ധ്യാനിക്കൂ. അങ്ങനെ ധ്യാനിപ്പിക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഉദ്ദേശം. കാര്യം എല്ലാവരും പറയും ശ്രീമദ് ഭാഗവത ശ്രവണം വളരെ വിശേഷപ്പെട്ടതാണെന്ന്. വിശേഷപ്പെട്ടതാ. പക്ഷേ ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്നത് കേട്ട് മനസ്സിലാക്കി ആ ശ്രീമദ് ഭാഗവതം തന്നെ പറയുന്നത് പോലെ തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ വിചാരണപരോ. ഒന്ന് പറയൂ, വിചാരണപരോ. ആദ്യമായിട്ട് കേൾക്കുക, പിന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം പുസ്തകം അടച്ചു വെച്ച് നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആലോചിച്ച് ആ ആലോചന വൈഭവത്തിൽ മകിഴ്ന്നു കഴിഞ്ഞുകൂടണം നിങ്ങളെല്ലാവരും. ഇതാണ് ഭാഗവതത്തിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ വിശേഷപ്പെട്ട ഒരു ശാസ്ത്രമാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? പരം സത്യം ധീമഹി. ആ പരമസത്യത്തിൽ നിന്നാണ് ജന്മ ആദി അസ്യ യതഃ എന്നും പറഞ്ഞു. അതോട് തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം ആകെ ഒരു നിൽക്കക്കള്ളിയില്ലാത്തതും ഒരു വ്യവസ്ഥയില്ലാത്തതും പിന്നാലെ പോകാൻ പറ്റിയതുമല്ല എന്ന് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭക്തിഭാഷയിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ. എന്താ അതിനർത്ഥം? മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ കൊള്ളാവുന്നതേത്, കൊള്ളരുതാത്തതെന്ത്, ആകാവുന്നതേത്, അരുതാത്തതെന്ത്, ശ്രേയസ്കരമായിട്ടുള്ളതെന്ത്, പ്രേയസ്കരമായിട്ടുള്ളതെന്ത്, താത്കാലികമായിട്ടുള്ളതെന്താ, ശാശ്വതം ദീർഘകാലികമായിട്ടുള്ളതെന്താ എന്ന് നമുക്ക് നല്ല പോലെ മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിലും മനസ്സിലാക്കുന്നതിനാണ് ധർമ്മപ്രതിപാദനം, ധർമ്മവിജ്ഞാനം എന്നൊക്കെ പറയുന്നത്. സാധാരണ പറയും ഡൂസ് ആൻഡ് ഡോൺസ്, വിധി നിഷേധം. അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനപ്പുറം പോകുന്നതാണ്. ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി, മുതിർന്നവനാണെങ്കിൽ മുതിർന്നവൻ, പുരുഷനാണെങ്കിൽ പുരുഷൻ, സ്ത്രീയാണെങ്കിൽ സ്ത്രീ, ബ്രഹ്മചാരിയാണെങ്കിൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥൻ, വാനപ്രസ്ഥനാണെങ്കിൽ വാനപ്രസ്ഥൻ, സന്യാസിയാണെങ്കിൽ സന്യാസി, ഭക്തനാണെങ്കിൽ ഭക്തൻ, ഭുക്തനാണെങ്കിൽ ഭുക്തൻ, ഭോഗിയാണെങ്കിൽ ഭോഗി, യോഗിയാണെങ്കിൽ യോഗി, കള്ളനാണെങ്കിൽ കള്ളൻ, നല്ലവനാണെങ്കിൽ നല്ലവൻ. എന്താ നിങ്ങളൊക്കെ അമ്പരക്കുന്നുണ്ടോ? ഇത് എല്ലാറ്റിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണെന്ന്.
ഒരു കള്ളനാണെങ്കിൽ എങ്ങനെ കക്കണം എന്ന് വരെ ഉപദേശിക്കണമെന്ന് പറയേണ്ടി വരും ഞാൻ. ഒരു കള്ളൻ, ഏറ്റവും നല്ല കള്ളൻ ആരാ? നിങ്ങൾക്ക് അറിയാവുന്ന ആള്, കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് നിസ്സംശയം പറയാം, രത്നാകരനായിരുന്നു ഏറ്റവും വലിയ കള്ളൻ. ആ കള്ളൻ എന്ത് ചെയ്തു? താൻ ചെയ്യുന്ന കളവിനെ പറ്റി മനസ്സിലാക്കിയപ്പോ ഇതല്ല ശരിയായിട്ടുള്ള കളവ് എന്ന് പറഞ്ഞ് അത് താഴത്ത് വെച്ചു. അങ്ങനെ രാമരാമ എന്ന് പറഞ്ഞ് ധ്യാനിക്കാൻ പുറപ്പെട്ടു. ജപം ധ്യാനമായി, ധ്യാനം സമാധിയായി, സമാധി ദേഹവിസ്മരണമായി. അങ്ങനെ എല്ലാറ്റിനെയും വിട്ട് ഉള്ളിൽ ആണ്ടിരുന്നു. എത്ര കാലം ഇരുന്നു എന്നറിയില്ല. കണ്ണ് തുറന്നു നോക്കിയപ്പോ പഴയ കാലത്ത് ചെടികളായിരുന്ന ചെടിമുളകളുണ്ടല്ലോ, അതൊക്കെ പടുവൃക്ഷങ്ങളായിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ദേഹം മുഴുവനും പുറ്റുവന്ന് മൂടി. പുറ്റെന്ന് പുറത്തേക്ക് അങ്ങോട്ട് വന്നപ്പോ പുറ്റുമഹർഷി എന്നൊരു പേര് കിട്ടി. വാൽമീകി എന്നുള്ള വാക്കിന് അതാ അർത്ഥം. വൽമീകം എന്ന് പറഞ്ഞാൽ പുറ്റ്, അതിൽ നിന്ന് പുറത്തു വന്നവൻ വാൽമീകി. ആ വാൽമീകി മഹർഷി ആയതിനു ശേഷം പഴയ കള്ളന്റെ മനസ്സിൽ നിന്ന് കളവ് വിട്ടുപോയില്ല. അദ്ദേഹം ആലോചിച്ചു, ഞാൻ കാട്ടിൽ താമസിച്ച് കാട്ടുകൊള്ള നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ട്, കാട്ടിൽ താമസിക്കുന്നവര് നല്ല മനുഷ്യരുണ്ട്, മഹർഷിമാര്, അവരുടെ ദർശനം, അവരുടെ അനുഗ്രഹം, അവരുടെ ആ കാരുണ്യ നിർഭരമായിരിക്കുന്ന ഒരു നോട്ടം കൊണ്ടാണ് എൻ്റെ കള്ളത്തം മുഴുവനും പോയി ഞാനിപ്പോൾ നല്ലവനായി തീർന്നത്. ഇതേമാതിരി മഹർഷിമാരെയും സജ്ജനങ്ങളെയും തപസ്വികളെയും കാണാൻ നാട്ടുകാർക്കും നാട്ടിലും കിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് എനിക്കുണ്ടായത് മാതിരി ഒരു നേട്ടം ഉണ്ടാവാൻ ഞാൻ ഇനി എന്താണ് വേണ്ടത്? സമതലവാസികളെ സഹായിക്കാൻ. കാട്ടിലാണ് തപസ്വികളും എല്ലാവരും ഉണ്ടാവുക. അന്നത്തെ കാലത്ത് ഇതേമാതിരി സത്രശാലയോ പന്തലോ കൊല്ലത്തിലൊരിക്കൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രം എന്ന് പറയുന്ന സമാരംഭം സമായോഗം നടത്തലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും ഈ വാൽമീകി? സമതലവാസികളെ മുഴുവനും സഹായിക്കണം. അവരുടെ മനസ്സിലുള്ള ദുഷ്ടത മുഴുവനും ഞാൻ കട്ടെടുക്കും. അവരുടെ കളവിനെ മുഴുവൻ അവർ അടിയറ പറയണം. അത് പറയിപ്പിക്കും. അതിനെ എല്ലാവരുടെയും ഹൃദയത്തിൽ നുഴഞ്ഞു കയറി അവിടെ ആധിപത്യം സ്ഥാപിച്ച് കളവിനോട് വിട പറയിച്ച് നന്മമൂർത്തികളാക്കി തീർക്കാൻ ഞാൻ എന്തു വേണം എന്നിങ്ങനെ ആലോചിച്ച സമയത്താണ് എന്തുണ്ടായത്? പെട്ടെന്ന് നാരദ മഹർഷി അദ്ദേഹത്തിന്റെ കുടീരത്തിലേക്ക് പോയത്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നാരദ മഹർഷി വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്സാഹമായി. സമാന ചിന്താഗതിക്കാരെ കാണുന്നത് എപ്പോഴും മനുഷ്യർക്ക് ഇഷ്ടമാണ്. ഒരു സഖാവിന് ഇനി ഒരു സഖാവിനെ കിട്ടിയാൽ കയ്യും കുലുക്കി വളരെ സന്തോഷമാണ്. എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ സഖികളെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അദ്ദേഹം വന്നപ്പോ സന്തോഷമായി. ഈ നാരദ മഹർഷി ആരാ? ഇടതടവില്ലാതെ 3 ലോകത്തിലും സഞ്ചരിക്കുന്ന ആളാണ്. എവിടെ എന്ത് സംഭവം ഉണ്ടായാലും നാരദൻ 1-ാം നമ്പർ. നമ്മുടെ ക്യാമറയും ടെലിവിഷനും ചാനലും ഒന്നും ഇത്ര വേഗം എത്തില്ല. അദ്ദേഹം ഓടി അങ്ങോട്ട് എത്തിക്കളയും. ഞാൻ നാരദ മഹർഷിയെ പറ്റി ഒരു സമയത്ത് ശ്ലോകം എഴുതുമ്പോൾ എഴുതിയതാ. എല്ലായിടത്തും ഒരുപോലെ തുളച്ചിടുന്ന വല്ലാത്ത വാക്ഷരമഹോ തുടരത്തൊടുപ്പാൻ വിശ്രാന്തിയന്യ സതതം ഭുവി ഓടിടുന്ന പൊല്ലാത്ത മാമുനിയഹോ സുതരാം ജയിപ്പൂ എന്നൊരു ശ്ലോകം എഴുതിയത് ഓർമ്മയുണ്ട്. ഞാൻ എഴുതിയത് കൊണ്ട് എനിക്ക് ഓർമ്മ വയ്ക്കാറില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. ഇതൊരു ഓർമ്മയുണ്ട്. അപ്പൊ സർവ്വദിക്കിലും ഓടിയെത്തും. ഏഷണിപ്രിയൻ എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഏഷണിപ്രിയനല്ല. എല്ലാവരുടെ അടുത്തും ചെന്ന് അവരവർക്ക് വേണ്ട സന്ദേശങ്ങൾ കൊടുത്ത്, കളവാണെങ്കിൽ കളവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന്, നല്ലതാണെങ്കിൽ നല്ലതിനെ പുറത്ത് കൊണ്ടുവരിച്ച്, ലോകത്തിനെ എല്ലാ സമയത്തും അനുഗ്രഹിക്കാൻ വേണ്ടി വിശ്രാന്തിയില്ലാതെ വിശ്രമമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാര സമാധിസ്ഥനായ മഹാമുനിശ്രേഷ്ഠനാണ് ആര്? ഈ നാരദ മഹർഷി. അദ്ദേഹം അവിടെ ചെന്നു. വാൽമീകിയുടെ മനസ്സിലുള്ള വിചാരം എന്താ? എങ്ങനെയാണ് സമതലവാസികളുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി അവരുടെ ഉള്ളിലുള്ള കളവ് മുഴുവൻ ഞാൻ അപഹരിക്കുക? എന്താണ് അതിനുള്ള വഴി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കളവില്ലാത്ത ഒരാളെ കണ്ടുപിടിച്ച് ഇതുപോലെ ആയിക്കോളൂ എന്ന് പറയാ നല്ലത്. എല്ലാവരും ചോദിക്കുന്നത്, കക്കാതെ ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ സ്വാമിജി? ഞങ്ങളോട് പറയണു കളവരുത്, ചതിയരുതെന്ന്. എന്നാൽ കളവും ചതിയും ഉള്ളവർക്കാണ് ഇവിടെ പണം, അവർക്കാണ് ഇവിടെ സ്ഥാനമാനങ്ങൾ. സ്കാം ഉള്ളവർക്ക് ജയിലിലും കൂടി സ്വർഗമായി തീരുള്ളൂ, സ്കാം ഇല്ലാത്തവർക്ക് ഒന്നും പറ്റില്ല എന്നാണല്ലോ മൊത്തത്തിലുള്ള പറച്ചില്. അപ്പൊ അത് അങ്ങനെയല്ല. നിങ്ങളുടെ ഇടയിൽ നല്ല മനുഷ്യരും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു നല്ലവനെ ദൃഷ്ടാന്തമാക്കി പറഞ്ഞു കൊടുക്കണം എന്നായിരുന്നു വാൽമീകി മഹർഷിയുടെ ഉദ്ദേശം. അപ്പൊ അദ്ദേഹം നാരദ മഹർഷി വന്നപ്പോ ചോദിച്ചു, മഹർഷിയെ, അങ്ങ് പലയിടത്തും സഞ്ചരിച്ചു വരുന്നവരാണല്ലോ,
ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളും വെളിയും വേണ്ടതുപോലെ അറിയാമല്ലോ അങ്ങയ്ക്ക്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കളവും ചതിയുമില്ലാതെ സത്യസുന്ദരനായി, എന്നാലോ എന്ത് ധാർമ്മിക സാഹസവും ഏറ്റെടുത്ത് ചെയ്യാൻ ശക്തിയുള്ളവൻ, ആത്മബലമുള്ളവൻ, ഊച്ചാളിയോ ദുർബലനോ അല്ല, ബലിഷ്ഠനായി, ബലവാനായി, എല്ലാവരോടും നല്ല കാരുണ്യം വേണം, ദയവ് വേണം, ആത്മബലമുള്ളവനാകണം, എന്തും നേടിയെടുക്കാൻ സമർത്ഥനാകണം, എന്നാലോ സത്യസന്ധനുമാകണം. അങ്ങനെ വല്ലോരെയും പറ്റി അങ്ങ് കണ്ടിട്ടുണ്ടോ എന്നാ എന്നോട് പറയൂ. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്നാൽ മാത്രം വായ തുറന്നാ മതി. ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് മാത്രം എന്നോട് പറയരുത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ലോകേസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ യശ്ച വീര്യവാൻ. ഈ ലോകത്ത് ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ ഗുണസുന്ദരനായിരിക്കുന്ന ഒരാള്? യശ്ച വീര്യവാൻ, വീര്യപരാക്രമങ്ങളോടുകൂടിയിരിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരൂന്ന്. നാരദ മഹർഷിക്ക് ഒരു സംശയം ഉണ്ടായില്ല. എന്ത്? നമ്മുടെ ഈ ഭാരതഭൂമി ഉണ്ടല്ലോ, ഭാരതഭൂമി വളരെ പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമി എപ്പോഴും ധർമ്മപ്രസുവാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എല്ലാ സമയത്തും ധാർമ്മിക സന്താനങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു നിസ്തുലയായിരിക്കുന്ന ജന്മഭൂമിയാണ്, പുണ്യഭൂമിയാണ് നമ്മുടെ ഭാരതം. അതിൻ്റെ സന്താനങ്ങളാണ് കൂട്ടരെ നിങ്ങളെല്ലാവരും. അതിൻ്റെ സന്താനങ്ങളാണ് നിങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തീർക്കൂ. വടക്കേടത്തെ കോങ്ങാട്ടില് എന്ന് പറയണതല്ല നിങ്ങളുടെ തറവാട്. നിങ്ങളുടെ തറവാട് ഭാരതഭൂമിയാണ്. ഇതൊരു പുണ്യഭൂമിയാണ്. ഇവിടെ എന്നും വിളഞ്ഞിരുന്നു ധർമ്മം. ധർമ്മം ലോകരെത്ര ദുഷിച്ചാലും ആ ദുഷിപ്പിന്റെ ഇടയിലുണ്ടാവും ചളിയിൽ നിന്നൊരു താമര പോലെ ഇവിടെ നല്ല മനുഷ്യർ. ഒരു കാലത്തും ഇല്ലാതെ ആയിട്ടില്ല. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരും ദ്രോണരുമാണ് ഒരു ഭാഗത്ത്. ആ ദുർനടപടിക്കാരൻ ദുര്യോധനെ സഹായിക്കാൻ അജയ്യനായിരിക്കുന്ന ഭീഷ്മൻ, തുല്യപ്രഭാവമുള്ള ദ്രോണൻ, ഇവർ രണ്ടുപേരും അവിടെ സന്നിഹിതരായി. ആ സൈന്യത്തിന്റെ മുൻപിൽ നേരിടാൻ അർജുനനോ യുധിഷ്ഠിരനോ കയ്യിൽ ഒന്നും തന്നെയില്ല, രണ്ടുപേർക്കുമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇടയകുലത്തിൽ ജനിച്ച് ഇടയ സംസ്കാരത്തോടുകൂടി വളർന്നു വന്ന ഒരു കുസൃതി കുടുക്ക, ഒരു കൃഷ്ണൻ തേരാളിയായി അവിടെ ചെന്ന് നിന്നത്. ആ തേരാളിയുടെ ദീർഘദർശനം കൊണ്ടും സമയോചിത ബുദ്ധിയോടുകൂടിയും അദ്ദേഹത്തിന്റെ ഉൾപ്രഭാവം കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ചാരുത്വം കൊണ്ടുമൊക്കെയാണ് അവർ യുദ്ധത്തിൽ ജയിച്ചത്. എങ്ങനെയാ? ഈ 45 ലക്ഷം സേനാനികൾക്കിടയിൽ ഒറ്റ തേരാളി. ഭീഷ്മൻ ശംഖ് വിളിച്ചു. ഭീഷ്മന്റെ കൂട്ടത്തിൽ എല്ലാവരും യുദ്ധകാഹളം മുഴക്കി. പാണ്ഡവപക്ഷത്തിൽ എല്ലാവരും മിണ്ടാതിരുന്നു. ഭീഷ്മരുടെ ശംഖ് വിളിക്ക് ഒരു പ്രതിധ്വനി മുഴക്കാൻ ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞു നിന്നപ്പോ പാഞ്ചജന്യമെടുത്ത് തേരാളി കൃഷ്ണനാണ് മുഴക്കിയത്. അപ്പൊ എല്ലാവർക്കും സമാധാനമായി. നമ്മുടെ ഭാരതത്തിൽ ഒരിക്കലും ആ ധർമ്മം കൂമ്പടഞ്ഞു പോയിട്ടില്ല. എന്തെങ്കിലും ചില കോട്ടങ്ങളോ കുറവുകളോ ഉണ്ടെന്ന് നമുക്ക് തോന്നാം, എന്നാൽ അങ്ങനെയല്ല, അങ്ങനെയായിരുന്നു. അപ്പൊ നാരദന് ഒരു സംശയവുമില്ലാതെ പറഞ്ഞത് എന്താ? ഊവ് എനിക്കറിയാം. ആരാണത്? അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ ശ്രീമന്ത പുത്രനായിരിക്കുന്ന ശ്രീരാമനാണ് അങ്ങ് ചോദിച്ചതിനുള്ള മറുപടി. ആ ശ്രീരാമന്റെ ജീവിതം ഇപ്പോഴും പ്രായമൂപ്പ് വന്നിട്ടില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. ഞാൻ കണ്ടിടത്തോളം കേട്ടിടത്തോളം ഇന്നതാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞ് ചെറുപ്പകാലം മുതൽക്കേ വിനയാന്വിതനാണ് അദ്ദേഹം. കാട്ടിന് നായാട്ടിന് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ പൗരന്മാരെ, പ്രത്യേകിച്ചും വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ കണ്ടാൽ പെട്ടെന്ന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അവരുടെ കാക്കൽ വീണ് നമസ്കരിച്ച് കുമ്പിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്നെ കൊണ്ട് നിർവഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കുശലപ്രശ്നം ചെയ്ത് മുതുകത്തൊന്ന് തട്ടി തലോടിയൊക്കെ ആ കുട്ടി പോവാറുള്ളൂ. സർവ്വ ആൾക്കാർക്കും ഇഷ്ടമാണ്. അയോധ്യ രാജധാനിയിലുള്ള രാജധാനി അംഗങ്ങൾക്കെന്ന പോലെ പൗരന്മാർക്ക് മുഴുവനും ആ ശ്രീരാമനെ ഇഷ്ടമാണ്. സുന്ദരശീലനെ, ധർമ്മിഷ്ഠനെ. നടന്നിടത്തോളം സംഗതി ഇതാണ്. ബാക്കിയുള്ളത് അങ്ങ് ധ്യാനിച്ച് കണ്ടുപിടിച്ചോളൂ. അങ്ങ് ആവശ്യപ്പെടുന്ന ആ സത്യസുന്ദര മൂർത്തിയാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞു പോയി. എന്നിട്ടാണ് തമസാ നദിയുടെ തീരത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന വാൽമീകി മഹർഷി വേണ്ടിടത്തോളം അന്വേഷണം, അയോധ്യയിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രാമായണം എഴുതാൻ പുറപ്പെട്ടത്. രാമൻ ജനിച്ചത് ദശരഥനാണ്, കൗസല്യക്കാണ്.
ആ രാമനെ ഒരാളും അറിയുമായിരുന്നില്ല. ആ രാമൻ എന്ന് പറയുന്ന സുന്ദരക്കുട്ടി വാൽമീകിയുടെ ഹൃദയത്തിൽ നിന്ന് ജനിച്ചപ്പോഴാണ് രാമായണത്തിലൂടെ ലക്ഷോപലക്ഷം കോടാനുകോടി ഹൃദയങ്ങളിൽ ഹൃദ്യമായി, രമ്യമായി, ആനന്ദദായകമായി ഇന്നും ഇതാ തുടരുന്നത് ആ വിശേഷപ്പെട്ട ചരിതം. പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പറയുന്നത്? ഞാൻ പറയുന്നത് പഴംപുരാണോ അതോ മനസ്സിന്റെ ആധുനിക ചരിത്രമോ? മനസ്സിന്റെ ചരിത്രമാണ് ഈ പറയുന്നത്. നാരദ മഹർഷി പറഞ്ഞത് ഇതാണ്. അങ്ങനെ ആ രാമായണത്തിലൂടെ എന്ത് ചെയ്തു? എത്രയോ രാജകുമാരന്മാര് ജനിച്ചു. അതിൽ ഒന്നോ ഇരട്ടയോ ഭഗീരഥനടക്കം രാമനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളവരുണ്ടാവാം. വസിഷ്ഠ മഹർഷി ഭഗീരഥന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമനോട്. ഭഗീരഥൻ ചെയ്തതുപോലെ ആ വിശേഷപ്പെട്ട ശ്രേഷ്ഠത നീയും കൈക്കലാക്കണം എന്ന് പറഞ്ഞ് ഭഗീരഥന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ഞാൻ വിചാരസേതുവിൽ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സയൻസ് ഓഫ് ഇന്നർ റിഡംഷൻ എന്ന്. ചിലരൊക്കെ എന്നോട് പറയുക, ഞങ്ങൾ ആരും ഭഗീരഥനെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ രാമന സർവശ്രേഷ്ഠൻ, മര്യാദാ പുരുഷോത്തമൻ. ഇപ്പൊ രാമനെ മര്യാദാ പുരുഷോത്തമനാക്കാൻ വേണ്ടി അവരുടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി ഭഗീരഥനെയാണ് മോഡലായിട്ട് പറഞ്ഞു കൊടുത്തതെന്ന് ഞങ്ങൾ ഇപ്പം അറിയുന്നതാണെന്ന്. പക്ഷെ അവരെ പറ്റിയൊന്നും ആരും അറിയില്ല. വാൽമീകി തന്റെ തൂലികയിലൂടെ ശ്രീരാമന്റെ ചരിതം പുറത്തുവിട്ടപ്പോൾ മാത്രമേ ആ രാമൻ ഒരു ശാശ്വതമായിരിക്കുന്ന നിലനിൽപ്പ് ഭാരത പ്രജകളുടെ മനസ്സിലും സംസ്കാരത്തിലും ഉണ്ടായുള്ളൂ. ഇതാണ് നമ്മുടെ വിശേഷം. നമ്മുടെ വിശേഷം ഇതാണ്. നല്ല പോലെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാനിത് എന്തിനു പറഞ്ഞു? പണ്ടുകാലത്ത് ദ്രവ്യങ്ങൾ കട്ട് കുടുംബം സംരക്ഷിച്ചു കൊണ്ടിരുന്ന ആ രത്നാകരൻ പിന്നീട് വാൽമീകി മഹർഷിയായപ്പോഴും ആ പഴയ കളവിൽ നല്ലൊരു കള്ളനായി തീർന്നു. ഇന്നും വാൽമീകി മികച്ച കള്ളനാ. അദ്ദേഹത്തിന്റെ ശ്രീരാമനിലൂടെ എത്രയെത്ര ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് കടന്നുകൂടുന്നത്. അവിടെ കടന്നുകൂടി രാമായണം വായിച്ചും കേട്ടും പഠിച്ചും ആവർത്തിച്ചും അനുസരിച്ചും അതിനെ നുകർന്നും നുണഞ്ഞും അങ്ങനെ എത്ര പേരാണ് കളവിൽ നിന്ന് മുക്തമാകുന്നത്, ദുഷ്ടതയിൽ നിന്ന് മുക്തമാകുന്നത്, മനസ്സുന്ദരന്മാരായി തീരുന്നത് ആ രാമായണത്തിലൂടെ. അപ്പൊ കക്കണത് എങ്ങനെ നല്ല പോലെ കക്കണം എന്നുള്ളതും നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. എല്ലാറ്റിനെയും പ്രതിപാദിക്കുന്നതാണ്. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിൽ. ഞങ്ങളിവിടെ തൊലിയുരിച്ച് ധർമ്മം പറയുകയാണ്. തൊലിയുരിച്ച് ധർമ്മം പറയുന്നു. ആ പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ, വിശേഷണങ്ങളെല്ലാം തന്നെ അങ്ങനെ നഗ്ന സുന്ദരമായിരിക്കും. നല്ലോണം തുളഞ്ഞു കയറുന്നത്, വെട്ടിമുറിക്കുന്നത്, പറിച്ചു മാറ്റുന്നത്, അടിച്ച് തെളിച്ച് തൂത്തി വാരുന്നത്, ഇങ്ങനെ എല്ലാ പദങ്ങളും ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നിനെയും നിഷേധിക്കുന്ന സമയത്ത് കവിഞ്ഞ ശബ്ദത്തിലാണ് നിഷേധിക്കുക. സ്തുതിക്കേണ്ട സമയത്ത് ഒന്നാം തരം ആകർഷകമായിരിക്കുന്ന ശബ്ദങ്ങൾ എടുത്താണ് സ്തുതിക്കുക. ശുഗമഹർഷി വരുന്ന സമയത്ത് ആ ശുഗന്റെ ശരീരത്തിനെ വർണ്ണിക്കുന്ന 3-4 ശ്ലോകങ്ങളുണ്ട്. എത്ര വിശേഷപ്പെട്ടതാണെന്നറിയോ? നിങ്ങൾ എത്ര നേരം കണ്ണാടിയുടെ മുമ്പിലിരുന്ന് അലങ്കരിച്ച് പൗഡർ പൂശിയാലും ആ വേദവ്യാസ മഹർഷി ചിത്രീകരിക്കുന്ന ശുഗന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ട സുന്ദരമൂർത്തിയ. എന്നാലോ ദേഹത്തിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഉടുതുണിയൊന്നും ഇല്ലാതെയാ വന്നിരിക്കുന്നത്. 16 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലായി. എണീറ്റ് ദണ്ഡ നമസ്കാരം അങ്ങോട്ട് ചെയ്തു. ഈ ആളാണ് എൻ്റെ കാതിന് തോരാതെ ഭഗവത് കഥകളും തത്വകഥനങ്ങളും പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ തൊലിയുരിച്ച് ധർമ്മം പറയുകയാണ് ഞങ്ങള്. ആ ധർമ്മം പറഞ്ഞിട്ട് എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? സദ്യോ ഹൃദ്യമരുധ്യതേത്ര കൃതിഭിഹി ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈശ്വരനെ ആരെ ഈശ്വരനെ ആ ഈശ്വരനെ നമ്മൾ അകലെ നിന്ന് ഒരു മൂർത്തിയായി വിഗ്രഹമായി കണ്ടു തൊഴുത് അഭിഷേകത്തിനും പുഷ്പാഞ്ജലിക്കും കാശ് കൊടുത്തു പോകുന്ന ആ ഈശ്വരനല്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉറവിടമായിരിക്കുന്ന ആ പ്രഭാവം, ആ സാന്നിധ്യം, ഈ പ്രപഞ്ചത്തിനെ താങ്ങി നിലനിർത്തുന്ന ആ മികച്ച മേന്മ, ഇതിന്റെ എല്ലാറ്റിൻ്റെയും വിലയത്തിനും കാരണഭൂതമായി പരിലസിക്കുന്നത്, അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സപ്പോർട്ടും താങ്ങും തണലുമായിരിക്കുന്ന പ്രഭാവമുണ്ടല്ലോ, ആ ഈശ്വരനെ ഹൃദ്യവരുദ്ധ്യതേ
ഹൃദയത്തിൽ പിടിച്ച് അവരോധിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പലരും ഗുരുവായൂരിലേക്ക് പോകുന്നവരും വരുന്നവരും ഉണ്ട്. വരുന്നവരോട് ഞാൻ പലപ്പോഴും ചോദിച്ചു, ഇപ്പൊ ചോദിച്ച് എനിക്ക് മടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഗുരുവായൂരപ്പനെ അവിടെ വിട്ടിട്ട് പോന്നിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചാൽ ഒക്കെ വിട്ടു പോന്നു എന്ന് പറയുന്നവരുണ്ട്. ഒറ്റ ആള് കൊണ്ടുവന്നു എന്ന് പറയുന്നവരില്ല. പിന്നെയും നിങ്ങൾ എന്തിനാ അവിടെ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ഭക്തന്മാരാ അവിടെ ചെല്ലുന്നത്? എന്തിനാ? ഭഗവാനെ വിട്ടുപോരാനോ അതോ ഭഗവാനെ കൊണ്ടുവരാനോ? അതെന്തേ കൊണ്ടുവരാത്തെ? എത്ര കാലമായി പോയി വരുന്നു. അപ്പൊ ഈശ്വരനോട് നമ്മുടെ സമീപനം ശരിയല്ല. ഹൃദി അവരുദ്ധ്യതേ. നിങ്ങളുടെ ഹൃദയമാണ് തുറന്നു കൊടുക്കേണ്ടത് ഈശ്വരനോട്, പൂജാമുറിയുടെ വാതിലല്ല. അല്ല ഒരു കിഴി പണമല്ല നിങ്ങൾ ഈശ്വരന് കൊടുക്കേണ്ടത്. ഈശ്വരനോട് പറയണം, ദാ വരൂ, ഇന്നാം നല്ലൊരു ദിവസം, ഇതുതാൻ നല്ല മുഹൂർത്തം, നമുക്കു നേരിൽ കാണാം, നമുക്കു കൂടിച്ചേരാം. ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള തോന്നൽ, അനുഭവം. ഇതായിരിക്കണം നിങ്ങളുടെ ഉദ്ദേശം. സദ്യോഹൃദ്യ അവരുദ്ധ്യതേ അത്ര കൃതിഭി. ഈ ശ്രീമദ് ഭാഗവതം കേട്ട് ഗ്രഹിക്കാൻ മാത്രമുള്ള പുണ്യമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തു വേണം? ഈശ്വരനെ പിടിച്ച് ഉള്ളിൽ അവരോധിക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ഈ ശാസ്ത്രം എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവരോധിക്കാൻ സാധിക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മനസ്സിന് വേണ്ടത്ര ഭക്തി വേണം. ആ ഭക്തി അനിവാര്യമായി നമുക്ക് നൽകുന്ന പവിത്രത വേണം. അതിനോടൊപ്പം വൈരാഗ്യം വേണം. ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതായ ആ ജ്ഞാനലാഭവും നമുക്കുണ്ടാവണം. ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്ന 3 വിഭവങ്ങളാണ്, 3 സംഗതികളാണ്. ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഒരു ഭാഗത്ത് ഭക്തി, അകൈതവമായിരിക്കുന്ന ഭക്തി. എൻ്റെ ഭഗവാനെ, എനിക്ക് അങ്ങ് മാത്രമേ വേണ്ടൂ. ഉദ്ധവൻ എന്താ പറഞ്ഞത്? നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമഭികേശവ തെക്തും സമുത്സഹേനാഥ സ്വധാമനയമാമഭി. അങ്ങയുടെ പാദകമലങ്ങൾ വിട്ട് അരക്ഷണം പോലും എനിക്ക് പിൻവാങ്ങിയിരിക്കാൻ സാധിക്കില്ലേ. എനിക്ക് അതിനുള്ള ശക്തി ഇല്ലേ. ഉദ്ധവന്റെ മുറവിളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കരയേ ചെയ്തിട്ടുണ്ടോ? ഒരാളെങ്കിലും ഒന്ന് കൈ പൊക്കാമോ? 3-4 ആളുണ്ട് ഇവിടെ. ഈ സത്രശാല ധന്യമായി. എൻ്റെ ജീവിതം ധന്യമായി. 4 ആളെങ്കിലും കാണാൻ എനിക്ക് സാധിച്ചുല്ലോ. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. അങ്ങേ വിട്ടിരിക്കാനുള്ള ശക്തി ഇവനില്ലേ. അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് കൊണ്ടുപോകണേ എന്റെ സ്വാമി, എന്നെയും കൊണ്ടുപോ എന്നിങ്ങനെ അപേക്ഷിച്ചു ഉദ്ധവൻ. അങ്ങനെ അപേക്ഷിക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കണമെങ്കിൽ എന്തു വേണം? ഭക്തി പ്രബലമാകണം, ഭക്തി പവിത്രമാകണം, ഭക്തി വൈരാഗ്യപ്രദമാകണം. അങ്ങനെ ഭക്തിയോളം ജ്ഞാനവും, ജ്ഞാനത്തോളം വൈരാഗ്യവും, അല്ലെങ്കിൽ ഭക്തിയും വൈരാഗ്യം 2ഓളം ജ്ഞാനവും, ഇതിങ്ങനെ 3 മാറി പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ വിവരണങ്ങളും തത്വകഥനങ്ങളും എല്ലാം തന്നെ മുന്നേറുന്നത്. ആ വൈരാഗ്യമോ ജ്ഞാനമോ ഇല്ലാത്ത ഭക്തി ഒരു കാലത്തും വളരില്ല, വികസിക്കില്ല, ഉത്തുംഗമാവില്ല. ഈശ്വരനോടുള്ള പ്രതിബദ്ധതയും ആമുഖ്യവും അതിന് സ്ഥാനം പിടിക്കില്ല. അതുകൊണ്ട് 3 പ്രതിപാദിച്ചുകൊണ്ടാണ്, ഇല്ലാത്ത വൈരാഗ്യം ഉണ്ടാക്കിക്കൊണ്ട്, ഉള്ള വൈരാഗ്യത്തെ വർദ്ധിപ്പിച്ച് ദൃഢമാക്കിക്കൊണ്ട്, പോരാത്ത ജ്ഞാനം ഓതിക്കൊണ്ട്, ഭഗവാൻ എന്താണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് സാക്ഷാത്കരിക്കാനുള്ള സർവ്വരംഗങ്ങളും ആ തയ്യാറെടുപ്പും ഉണ്ടാക്കിക്കൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മുന്നേറ്റം. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം 12 സ്കന്ധമാണ്. അതിൽ 9 സ്കന്ധം വരെ ശാസ്ത്ര വിഷയങ്ങൾ പലതും പ്രതിപാദിച്ച് അവസാനം 10ാമത്തെ സ്കന്ധം 90 അധ്യായത്തിലാണ് ആ സ്കന്ധം രചിച്ചിരിക്കുന്നത്, ഏറ്റവും വലുത്. അതിലാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി ജനിച്ചത് മധുരയിൽ. അച്ഛനമ്മമാര് ചങ്ങലയിട്ട് കെട്ടിയിരിക്കുകയാണ്. ആര്? ദേവകിയുടെ സഹോദരൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? സഹോദരി പൂർണ്ണ ഗർഭിണിയാ.
എപ്പോൾ വേണമെങ്കിൽ പ്രസവം നടക്കാം. ആ പ്രസവം നടന്ന് ഉണ്ടാവുന്ന കുഞ്ഞ് എന്നെ കൊല്ലൂലോ എന്ന് കണക്കാക്കി സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും നിഷ്ഠുരമായി ചങ്ങലക്കിടാൻ സ്വല്പമെങ്കിലും സങ്കോചം തോന്നാത്ത കഠോര ബുദ്ധിയായിരുന്നു കംസൻ. അതും ഒരു മനുഷ്യബുദ്ധിയാ, ഒരു മനുഷ്യ മനസ്സാ. നമ്മുടെ ശരീരം പാഞ്ചഭൗതികമാകാം, എന്നാൽ മനസ്സ് പാഞ്ചഭൗതികമല്ല. എല്ലാ ശരീരവും ഒരുപോലെ പാഞ്ചഭൗതികമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, അവിടെയാണ് അടക്കുപെട്ടി പോലെയുള്ള വ്യത്യാസങ്ങൾ മുഴുവനും. ഒരു കംസനത് ചെയ്യാൻ സാധിച്ചു. അതാണ് അവിടുത്തെ വിശേഷം. ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ആ കൃഷ്ണന്റെ ജനനമാണ് അവിടെ വിവരിച്ചത് 10-ാമത്തിൽ. എന്നിട്ട് കൃഷ്ണന് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു തീർത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ബാലലീലകൾ, ബാലപരാക്രമങ്ങൾ, യുവാവായതിനു ശേഷം അദ്ദേഹം ലോകസംഗ്രഹാർത്ഥം ചെയ്ത പ്രവൃത്തികൾ എല്ലാം കഴിഞ്ഞു. ചെയ്യേണ്ടതൊക്കെ ചെയ്തു, കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, മേടിക്കേണ്ടതൊക്കെ മേടിച്ചു. ബ്രഹ്മാവ് എന്തിനു വേണ്ടി ഞാൻ അവതരിക്കണം എന്ന് പറഞ്ഞു, അത് മുഴുവൻ ചെയ്തു. മടങ്ങിപ്പോവാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ബ്രഹ്മാവും കൂട്ടരും വന്ന് അങ്ങ് വിട്ടുപോയ കസേര ഒഴിവാണേ, അവിടെ ഇരിക്കാൻ ആരുമില്ലേ, തിരിച്ചു വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞാൻ വരാമെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ നശിപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഞാനും നശിച്ചു വരാം എന്ന് പറഞ്ഞയച്ചു. അപ്പോഴാണ് ഉദ്ധവന്റെ ചോദ്യം. ആ ചോദ്യവും അതിന് മറുപടി പറയുന്നതും അതിനു മുമ്പുള്ള നവയോഗി നിമിചക്രവർത്തി സംവാദം, ഇത് രണ്ടെണ്ണമാണ് പ്രധാനമായി ഏകാദശ സ്കന്ധത്തിൽ. ആ ഏകാദശ സ്കന്ധത്തിൽ 1000 ശ്ലോകമുണ്ട്. ഭാഗവതത്തിലെല്ലാം കൂടി ഒരു 18,000. അതിൽ 1000 ശ്ലോകങ്ങളാണ് ഏകാദശ സ്കന്ധത്തിലുള്ളത്. ആ സ്കന്ധത്തിനെയാണ് മുക്തിസ്കന്ധം എന്ന് പറയുന്നത്. എല്ലാവരും കൂടി ഒന്ന് ചേർത്ത് പറയും, മുക്തിസ്കന്ധം. നിങ്ങൾക്ക് വായില്ല, എല്ലാവരും പറയും മുക്തിസ്കന്ധം. എന്താ ഈ ഒറ്റയ്ക്ക് പറയണേ? കഷ്ടം. മുക്തിസ്കന്ധം, മുക്തിസ്കന്ധം, മുക്തിസ്കന്ധം. ആ പേരെ എല്ലാവരും മനസ്സിലാക്കൂ. ഈ സ്കന്ധമാണ് നമുക്ക് ആവശ്യം. ഏകാദശം 11-ാമത്തത്. അവിടെയാണ് കൃഷ്ണ പരമാത്മാവ് നേരിട്ട് അദ്ദേഹത്തിന്റെ അന്തിമമായ ഉപദേശം നൽകുന്നത്. ആർക്ക്? ഉദ്ധവന്. ആ നൽകുന്ന രംഗം നിങ്ങൾ മനസ്സിലാക്കണം, വളരെ വിശേഷപ്പെട്ടതാണ്. ആ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവൻ ഇത് പറഞ്ഞപ്പോ കൃഷ്ണൻ മറുപടി പറയാൻ തുടങ്ങി. ആ മറുപടി പറയാൻ തുടങ്ങിയത് എങ്ങനെയായാൽ ഉദ്ധവന്റെ വിഷമങ്ങൾ തീരുമോ, ആ തീരത്തക്ക വിധത്തിലുള്ള ഉപദേശം കൊടുക്കാനാ പറഞ്ഞത്. എന്റെ മനസ്സിന് വിഷമമുണ്ട്, ആ വിഷമം മുഴുവൻ തീർത്ത് അങ്ങ് പറയുന്നത് മാതിരി എനിക്ക് ചെയ്യാൻ സാധിക്കും വിധം എന്നെ ഉപദേശിക്കണേ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അവിടെ ഉദ്ധവൻ എന്താ പറഞ്ഞേ? എനിക്ക് സ്വർണം കൊണ്ടൊരു ചക്ക വേണം എന്നല്ലല്ലോ പറഞ്ഞത്. ആനത്തലയോളം എനിക്ക് സ്വർണം വേണം എന്നല്ലല്ലോ പറഞ്ഞത്. എന്താ മിണ്ടാത്തെ? അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താ? എന്റെ മനസ്സിന്റെ ഉള്ളിൽ നുഴഞ്ഞിറങ്ങി അവിടെ തടസ്സമായിരിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അങ്ങ് പറഞ്ഞത് മാതിരി ചെയ്യാൻ എനിക്ക് സാധിക്കത്തക്ക വിധത്തിൽ ആ നൂലാമാലുകളും ആ ഉണ്ടക്കരികളും എല്ലാം തുടച്ചു മാറ്റി, ആ പൂച്ചക്കൂടൊക്കെ മാറ്റി എന്നെ ശുദ്ധമാക്കി തരണം, അതിന് പറ്റിയ ഉപദേശം തരൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒരു ഭക്തന് അവസാനമായി ലഭിക്കേണ്ടത് എന്താ? ഉപദേശം. എന്ത്? ഭഗവാന്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കേണ്ടത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നത് എന്താ? ഭഗവാനെ എനിക്ക് നല്ലത് പറഞ്ഞു തരൂ എന്ന് പറയുന്ന ഒരൊറ്റ ആളെങ്കിലും ഈ സദസ്സിലുണ്ടോ? കുറച്ചു പേരുണ്ട്. സത്രശാല ധന്യമായി നമ്മുടെ സത്രശാല. ബാക്കിയുള്ളവർ ഒരൊറ്റ ആളും പറയുന്നവരല്ല. നിങ്ങളൊക്കെ ആ ഓടിയതിന്റെ പിന്നാലെ ഓടുന്നവരാ. എല്ലാവരും പോയി ഞാനും പോയി, എല്ലാവരും പോയി ഞാനും പോയി, എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. എല്ലാവർക്കും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല. ഇതന്നെയാ നിങ്ങളുടെ ഏർപ്പാട്. അത് മാറ്റണം എന്നാണ് ഭാഗവതം പറയണത്. ആ പറയുന്നത് മനസ്സിലാക്കി ഈ ഉദ്ധവനെ അവതരിപ്പിക്കുന്നത് എന്തിനാ? ഉദ്ധവനെ പോലെ ആവാൻ, ഉദ്ധവൻ ചോദിച്ചത് മാതിരി ചോദിക്കാറാകാൻ. അതാണ് നമുക്ക് ആവശ്യം. അപ്പോ അതിന് വേണ്ട അറിവുണ്ടാക്കി കൊടുക്കണം. ആ അറിവുണ്ടാക്കുന്നത് എങ്ങനെയാ തുടങ്ങുന്നത്? ഇതേമാതിരി തന്നെയാണ് കൊല്ലങ്ങൾ മുൻപ്, ദശാബ്ദങ്ങൾ മുൻപ് തേരാളിയായിരിക്കുമ്പോൾ 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി കുന്തിപുത്രൻ അർജുനൻ എവിടെ വന്ന് കയറി? കുരുക്ഷേത്രത്തിൽ വന്ന് കയറി. 13 കൊല്ലത്തെ തയ്യാറെടുപ്പുണ്ട് പിന്നിൽ. എന്നിട്ടും അവിടെ വന്ന് യുദ്ധം ചെയ്യേണ്ട സമയത്ത്
ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്, കാത്തുനോക്കിക്കൊണ്ടിരുന്നത്, കൊതിച്ചുകൊണ്ടിരുന്ന യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോ സാധിക്കാതെ അമ്പും വില്ലും താഴത്തെ വഴുകി വീണ് അവിടെ അങ്ങോട്ട് ഇരിപ്പായി. ആ അർജുനനെ കർമ്മവീര്യം ഉള്ളവനാക്കി തീർക്കാൻ, കർമ്മശൂരനാക്കി തീർക്കാൻ അവിടെയും തുടങ്ങി കൃഷ്ണൻ ഉപദേശം. ആ ഉപദേശത്തിലും ഈ ഉപദേശത്തിലും മുടച്ചു നിൽക്കുന്നതാണ് പരമാത്മതത്വം. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല നല്ലോണം കേൾക്കുന്നുണ്ട്. അവിടെയും ഉപദേശിച്ചത് പരമാത്മതത്വമാണെന്ന്. ആ പരമാത്മതത്വം എങ്ങനെ തുടങ്ങി? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അവിടുത്തെ സ്ഥിതി എന്താ? അർജുനൻ കരയണു, ദേഹം മുഴുവൻ ചുട്ടുനീറണു ദുഃഖത്താൽ, അമ്പും വില്ലും കയ്യിൽ നിന്ന് താഴത്ത് വഴുതി വീണു, നിൽക്കാൻ വയ്യാതെ ഇരുന്നു, പറയാനുള്ളതൊക്കെ പറഞ്ഞു, നാവിലത്തെ ഉമിനീര് മുഴുവൻ വറ്റി, മനസ്സ് കിടന്ന് ചുറ്റിത്തിരിയണു, ബുദ്ധിയാണെങ്കിൽ തെറ്റായി ഉപദേശിക്കണു. എനിക്ക് വയ്യേ, ഞാൻ ഈ യുദ്ധം ചെയ്യില്ലേ, ഇത് മഹാപാപമാണേ കൃഷ്ണ, നമുക്ക് രണ്ടാൾക്കും എല്ലാവർക്കും നരകത്തിലേക്ക് പോകേണ്ടി വരേ എന്ന് പറഞ്ഞ് അർജുനൻ ഇരിപ്പായി. അങ്ങനെ അവശനായിരിക്കുന്ന അർജുനനെ ഉടനടി ധൈര്യശാലിയാക്കി തീർക്കണം, ധർമ്മവീരനാക്കി തീർക്കണം, യുദ്ധോദ്യുക്തനാക്കി തീർക്കണം എന്ന് വിചാരിച്ച് എന്താ കൃഷ്ണൻ ചെയ്തത്? എല്ലാറ്റിനും കാരണഭൂതമായിട്ടുള്ളത് നമ്മുടെ ആത്മാവാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട്. ചില മനസ്സുകൾ നല്ല പോലെ ചിന്തിക്കുന്നു. ഒരാളുടെ തന്നെ മനസ്സ് നല്ല പോലെ ചിന്തിക്കും, പലപ്പോഴും പൊട്ടച്ചിന്തകളും വരും. ഈ നല്ല ചിന്തയും പൊട്ടച്ചിന്തയും ഒരുപോലെ വരുന്നത് എവിടുന്ന? ഒരേ ഉറവിടത്തിൽ നിന്നാണ്. ആ ഉറവിടത്തിന്റെ അവിടെ ചെന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കാമധേനുവിൽ നിന്നെന്ന പോലെ കറന്നെടുക്കാം. നമ്മൾ മനസ്സ് വിട്ട് മേപ്പെട്ടു പോകാൻ കൂട്ടാക്കണില്ല. അതാണ് നമ്മുടെ പരാജയം, അതാണ് നമ്മുടെ മഹാപാപം, അതാണ് നമ്മുടെ ഭയം, നമ്മുടെ ശബ്ദദശ. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഉറവിടമുണ്ടെന്ന്. ആ ഉറവിടം നല്ലതിനും ചീത്തയ്ക്കുമുള്ള ഉറവിടമാണ്, മനസ്സിനും ബുദ്ധിക്കുമുള്ള ഉറവിടമാണ്, അഹങ്കാരത്തിനും അപ്പുറത്താണത്. അതിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവനും ഉണ്ടായത്. അവിടെ കുറച്ചു നേരെങ്കിലും ഒരു ഗായത്രി ജപിച്ചോ, സമാനമായ മന്ത്രം ജപിച്ചോ, ധിയോ യോ നഃ പ്രചോദയാത്, എന്റെ ബുദ്ധിവൃത്തികളെ വേണ്ടതുപോലെ പ്രശോഭിപ്പിക്കൂ, എനിക്ക് നല്ലത് തോന്നണേ, നല്ലത് തോന്നണേ, ആപത്തിലും സമ്പത്തിലും എന്റെ ബുദ്ധി പിഴയ്ക്കരുതേ, എന്റെ ഈശ്വര എനിക്ക് എപ്പോഴും നല്ലത് തോന്നിക്കൂ, നല്ലത് തോന്നിക്കൂ. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ അങ്ങനെ? നന്നായി. പക്ഷേ ഈ പറയുന്നവരിവിടെ വളരെ ചുരുക്കമുള്ളൂ. എൻ്റെ മുൻപിൽ ബഹുശതം ആൾക്കാരുണ്ട്, അതിൽ 100 പേരും കൂടി പറയണില്ല ഇങ്ങനെ ഞാൻ ചെയ്യണു എന്ന്. ഇതാണ് പ്രപഞ്ചത്തിന്റെ ആ കറ, പ്രപഞ്ച കറയാണ് അവിടെ കിടന്ന് കളിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞു വിടുകയാണ്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. അർജുനന്റെ പേടി എന്താ? ഇവരെല്ലാവരെയും കൊല്ലേണ്ടി വരുമല്ലോ, എല്ലാവരും ചാവുമല്ലോ. ലോകത്തിൽ മരണം എന്നൊന്നില്ല, നിലനിൽപ്പേ ഉള്ളൂ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ലോകത്തിൽ നിലനിൽപ്പേ ഉള്ളൂ. ഇതാപ്പൊ ഇന്നാള് ഒരാൾ എന്നോട് വന്ന് ചോദിക്കുക, ചാനലിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ എല്ലാ ഗ്രഹങ്ങളും -1 ഒന്നിച്ചു കൂടുന്നു, 21-ാം തീയതി ലോകം നിന്നോ? ഹേയ്, എന്തേ നിൽക്കാതെ? നമ്മുടെ കവിടി നിരത്തിയിട്ട് പറയാണ്, ഗ്രഹങ്ങളൊക്കെ പാടെ കൂടെ വന്നിരിക്കണു. ഇതിനു മുമ്പ് ഒരു അഷ്ടഗ്രഹ യോഗം എന്നൊരു യോഗത്തില് തൃശ്ശൂരിൽ റൗണ്ടിൽ നാമസങ്കീർത്തനം പ്രദക്ഷിണം വയ്ക്കാൻ ആരും വിളിച്ചാൽ വരില്ല, സ്വാമിജി വരൂ എന്ന് പറഞ്ഞ് കേമന്മാരൊക്കെ വിളിച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു പ്രദക്ഷിണം വെപ്പിച്ചു അവിടെ തൃശ്ശൂർ റൗണ്ടിൽ. അത് അഷ്ടഗ്രഹ യോഗമായിരുന്നു. ഇപ്പൊ എത്ര ഗ്രഹമാണാവോ എനിക്കറിയില്ല. ഈ ഗ്രഹങ്ങളെല്ലാം കൂടി ലോകം നിൽക്കുമത്ര. ഇവരുടെ കയ്യിലാ അതിന്റെ താക്കോല്, ഈ ലോകത്തിന്റെ താക്കോല് ഇവരുടെ കയ്യിലാ. ആ കവടിയുടെ ഉള്ളിലാണോ? എത്ര ഗ്രഹങ്ങൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ എപ്പോഴോ കൂട്ടിമുട്ടിയിട്ടുണ്ടാവണല്ലോ. ഈ ഭൂമി എത്ര കാലമായി ജീവിക്കണു? ലക്ഷോപലക്ഷം വർഷങ്ങളായി ഭൂമിക്ക്. ഇത്ര കാലമായിട്ട് ചന്ദ്രന്റെ അടുത്തോ സൂര്യന്റെ അടുത്തോ ചെന്ന് മുട്ടിയിട്ടില്ലല്ലോ. നമ്മളല്ലേ അങ്ങടും ഇങ്ങടും മുട്ടണത്, ഗ്രഹങ്ങൾ മുട്ടണില്ലല്ലോ. അപ്പൊ ഗ്രഹങ്ങൾ മുട്ടാതിരിക്കാൻ ആരാ? ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതല്ല. ഉള്ളിടത്തോളം കാലം നല്ലോണം പോലെ സന്തോഷമായിട്ട് പരസ്പരം ആലിംഗനം ചെയ്ത് രമണസുന്ദരന്മാരായി സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിച്ചോളൂ. ലോകം പൂവത്ര, ഇവരുടെ കയ്യിലാ താക്കോല്.
പ്രപഞ്ചത്തിന്റെ താക്കോലെ. അവരവരുടെ കയ്യിലുള്ള മനസ്സിന്റെ താക്കോലെങ്കിലും കൈക്കലാക്കാൻ നിങ്ങൾ നോക്കൂ. പ്രപഞ്ചത്തിന്റെ താക്കോൽ അവിടെ ഇരിക്കട്ടെ. അപ്പോ എന്തു വന്നു? നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ. അർജുനന്റെ വിചാരം കുറെ കൊല്ലം മുൻപ് ദേവകി പ്രസവിച്ചപ്പോഴാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി പുറത്തു വന്നത്, ഭൂസ്പർശം ചെയ്തത് എന്നാണ് അർജുന തന്റെ വിചാരം. എന്നാൽ ഞാനിതാ പറയണു, ദേവകി എന്റെ ശരീരത്തെ പ്രസവിച്ചത് ശരിയാണ്. പക്ഷെ ആ ശരീരത്തിന്റെ ഉള്ളിൽ നിലനിന്ന് ആ ശരീരത്തിനെ, പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ആ ശരീരത്തെ രൂപപ്പെടുത്തി ഗർഭപാത്രത്തിൽ വേദനയുണ്ടാക്കി കുട്ടി പുറത്തു വരാനും ഗർഭകോശം പുറത്തു തള്ളാനും വേണ്ടി, ഗർഭകോശത്തിന് പുറത്തു തള്ളാനുള്ള പ്രേരണ, കുട്ടിക്ക് പുറത്ത് കുതിക്കാനുള്ള പ്രേരണ, ഇത് രണ്ടും തൊടുത്തുവിട്ട് കുട്ടിയെ പുറത്തു കൊണ്ടുവന്ന പ്രഭാവം ഒന്ന് വേറെയാണ്. അതാണ് ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്ന ഉൾ സാന്നിധ്യം. ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്ന ഉൾ സാന്നിധ്യം. ആ സാന്നിധ്യം ശരീരം പ്രസവിച്ചപ്പോ ജനിച്ചിട്ടില്ല. അത് എത്രയോ കാലം മുമ്പുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഈ സത്രശാലയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവിടെ പറയട്ടെ, ഞാൻ കേൾക്കോ? നിങ്ങളൊക്കെ ഈ സത്രശാലയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ അതോ ഇല്ലാതിരുന്നോ? നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഇപ്പൊ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പ്രസവിച്ച ശേഷം പുറത്തു വന്ന ആ ശരീരത്തിന് മുൻപ് ആ ഉൾസാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലേ അതിന് ഇപ്പോഴും ഉണ്ടാവാൻ പറ്റുള്ളൂ. ഉണ്മയാണ്, ഒരിക്കലും അനുണ്മയാവില്ല. അസ്തിത്വം അനസ്തിത്വമാവില്ല. നത്വേവാഹം ജാതുനാസം. ഒരു കാലത്തും അർജുന ഞാൻ ഇല്ലാതെയിരുന്ന കാലം ഉണ്ടായിട്ടില്ല. ഞാൻ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിട്ടില്ല. ഇത് എനിക്ക് മാത്രമല്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം സാധുവാണ്, ശരിയാണ്. നീയും ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ഒരു കാലത്തും നാം ആരും ഇല്ലാതെയാകാൻ പോകുന്നുമില്ല. ഇപ്പൊ എങ്ങനെ നാം ജീവിക്കുന്നുവോ നിലനിൽക്കുന്നുവോ അതുപോലെ നാം എല്ലാ കാലത്തും നിലനിന്നിരുന്നു, ഇനി നിലനിൽക്കും ചെയ്യും. ഒരിക്കലും നാം മരണം നാശം എന്നൊരു വാക്ക് പറഞ്ഞു പോകരുത്. ഒറ്റ ആളിവിടെ മരിക്കുന്നവനല്ല. നമ്മുടെ ശരീരം എന്നും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അത് കഴിഞ്ഞാൽ നാശം എന്നതുവരെ ഉണ്ടാകും. അത് ശരീരത്തിന്റെ പരിണാമങ്ങളാണ്. ആ പരിണാമങ്ങളിൽ സ്വല്പമെങ്കിലും പരിണമിക്കാതെ എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നതും കുടികൊള്ളുന്നതുമാണ് ആ ഉൾസത്ത, ഉൾ സാന്നിധ്യം, ആ ഉൾബോധം. അതിന് ഒരു കാലത്തും നാശമില്ല എന്ന് മനസ്സിലാക്കൂ. മരണം എന്ന് പറയുന്നത് ഒരു ദേഹാന്തരപ്രാപ്തി മാത്രമാണ്. മരണത്തിന് നാശം എന്നൊരർത്ഥം ഒരിക്കലും പറയരുത്. ഡെത്ത് നെവർ ഇൻഡിക്കേറ്റ്സ് ഓർ ഇംപ്ലൈസ് എനിത്തിങ് ലൈക്ക് എക്സ്റ്റിങ്ഷൻ. ഇല്ലാതെയാവുക എന്നൊരർത്ഥം മരണത്തിനില്ല. മരിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായി. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതൊക്കെ ഉണ്ടായതാണ്. വാർദ്ധക്യത്തിന്റെ പരിസമാപ്തിയോടുകൂടി ഒരു കാലത്ത് ശരീരം വീഴും ചെയ്യും. ആ വീഴുന്നത് മുഴുവൻ ശരീരത്തിൽ നടക്കുന്നതൊഴികെ ഉള്ളിൽ നടക്കുന്നില്ല. അതിന്റെ പ്രത്യക്ഷ തെളിവാണ് ഞാൻ എന്ന വാക്ക് നാം 2 വയസ്സായപ്പോൾ തുടങ്ങി 97 പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്താ മനസ്സിലാവുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ എന്ന് പറയാൻ തുടങ്ങിയതാ ഞാൻ എന്നുള്ള വാക്ക്? ഞാൻ കുട്ടിയായിരുന്നേ, അത് കഴിഞ്ഞിട്ടോ എനിക്ക് പ്രായം കൂടി. മുമ്പ് ചെറിയ ചെറിയ ഡ്രസ്സാ ഉടുത്തുകൊണ്ടിരുന്ന, ഫ്രോക്കൊക്കെ. അത് കഴിഞ്ഞപ്പോഴോ പാവാടയായി, കുറച്ച് കഴിഞ്ഞപ്പോഴോ സാരിയായി, പിന്നെയോ മറ്റതൊക്കെയായി. പക്ഷെ ഞാൻ അവിടെ ഒരേപോലെ നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞപ്പോഴോ ഭാര്യയായി, കുട്ടിയായപ്പോഴോ അമ്മയായി. ഇവിടെ അമ്മ എന്നൊരാൾ വേറെ, ഭാര്യ എന്നൊരാൾ വേറെ, മകൾ എന്നൊരാൾ വേറെ, അങ്ങനെയുണ്ടാവും. ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരണു. പക്ഷെ ഞാൻ എന്നുള്ള വാക്കിന് ഒരു കാലത്തും മാറ്റമുണ്ടായിട്ടില്ല. മാറ്റമില്ലാത്തത് ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അതാണ് ഈ ഞാൻ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ പരിവർത്തനശീലമാണ്. ഇത് ഒറ്റെണ്ണം മാത്രമേ പരിവർത്തിതമല്ലാത്തതായിട്ട് ലോകത്തിലുള്ളൂ. ആ സത്യം, ആ ഉണ്മ നല്ല പോലെ ഗ്രഹിക്കണം. അതുകൊണ്ട് ഇവിടെ മരണമില്ല. അമരനാണ് മനുഷ്യൻ, അമർത്യനാണ്. മർത്യം ശരീരം മാത്രമാണ് എന്നുള്ള ആത്മതത്വമാണ് അവിടെ ഉപദേശിച്ചത്. എന്തിനാ അത് ഉപദേശിച്ചത്? വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ
കം ഘാതയതി ഹന്തികം എന്ന് ചോദിച്ച് പരിസമാപിപ്പിക്കുക വാസ്തവത്തിൽ ചെയ്തത് കൃഷ്ണൻ. ഈ ഉള്ളിലുള്ള ആ ഉള്ളുണ്മയുണ്ടല്ലോ, ഉള്ളുണർവ്, ശുദ്ധബോധം, ആ പരമാത്മാവ്, ഈശ്വരന്റെ അംശമായിരിക്കുന്ന ജീവൻ, അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ജീവിതത്തിൽ പ്രശ്നമില്ല, സങ്കടമില്ല, സംശയമില്ല, ചാഞ്ചാട്ടമില്ല, ഇളകിമറിയലില്ല, വന്നുപോകലില്ല, ഉയർച്ച താഴ്ചകളില്ല. സ്ഥിരം, ശാശ്വതം, അചഞ്ചലം, സുഭഗം, സുന്ദരം, സൗഭാഗ്യം, സാഫല്യം, ഇതൊക്കെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അതായിരുന്നു അവിടെ ഉപദേശിച്ചത്. ഇവിടെയോ കൃഷ്ണൻ ഉപദേശിക്കുന്നത് എന്താ? കൃഷ്ണൻ ഉപദേശിക്കുന്നത് അതേ ആത്മതത്വം തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടിയും കടന്ന രീതിയിൽ സംസാരിക്കുന്നു ഇവിടെ. അന്ന് രണ്ടുപേർക്കും കുറെ ചെറുപ്പാണ്. അന്ന് ആവശ്യം കർമ്മോന്മുഖനാക്കി തീർക്കണം അർജുനനെ, അതിനുള്ള ഉപദേശ. ഇവിടെ ഉദ്ധവന്റെ സ്ഥിതി എന്താ? കൃഷ്ണപരമാത്മാവ് പോകുമ്പോ താനും കൂടെ പോണം. കൃഷ്ണൻ പറയുന്നു, ഞാൻ പോകുന്നതിന് തന്നെ മുമ്പ് ഉദ്ധവ എന്നെ വിട്ടിട്ട് പോയി കളയൂ, അപ്പൊ ബുദ്ധിമുട്ട് പിന്നെ എനിക്കല്ലേ. മനസ്സിലായില്ല നിങ്ങൾക്ക്? അങ്ങ് പോയാൽ എനിക്കിരിക്കാൻ പറ്റില്ല എന്നല്ലേ പറയണത്, ഞാൻ ഉള്ളപ്പോ തന്നെ പോയി കളയൂന്ന്. അപ്പൊ അതിനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. എന്താ അപേക്ഷിച്ചേ? സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. അവിടെയും അർജുനൻ ചോദിച്ചത് ഇതുപോലെയൊരു ചോദ്യമാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. എത്ര ഭംഗിയായിരിക്കുന്നു! പടക്കളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്, മധ്യത്തിൽ നിന്നുകൊണ്ടാണ് അർജുനൻ വിലപിക്കുന്നത്. എനിക്ക് ശ്രേയസ് പറഞ്ഞു തരൂ, ശ്രേയസ് പ്രദാനം ചെയ്യൂ. ശ്രേയസ് എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം മോക്ഷം, പരമാത്മജ്ഞാനം എന്നാണ്. പടക്കളത്തിൽ നിന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് പരമാത്മജ്ഞാനം തേടാൻ ഏത് സ്ഥലമാ പറ്റാത്തതെന്നൊന്ന് നിങ്ങൾ പറയാമോ പ്രേക്ഷകരെ? എല്ലാ സന്ദർഭങ്ങളിലും, ഏത് ചുറ്റുപാടുകളിലും, ഏത് വയസ്സിലും, എന്ത് നമ്മുടെ മുൻപിലോ പിൻപിലോ ഉള്ളിലോ പുറത്തോ ഉണ്ടെങ്കിലും നമുക്ക് മോക്ഷാർത്ഥികളാവാം, ജ്ഞാനാർത്ഥികളാവാം, വൈരാഗ്യ കുതുകികളാവാം. തത്വജ്ഞാന ലാഭത്തിനു വേണ്ടി ഉറ്റുനോക്കാം, അത് ചോദിക്കാം, അത് പറഞ്ഞു തരാൻ ആവശ്യപ്പെടാം. ഏത് ചുറ്റുപാടിലും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അത് വനാന്തരങ്ങളിലും കുടീരങ്ങളിലും മാത്രമുള്ള സംവാദമാണ് എന്ന്. അല്ല, ശ്രേയസ്സാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. തേർത്തടത്തിൽ നിൽക്കാൻ വയ്യാതെ ഇരുന്നു കൊണ്ട് അമ്പും വില്ലും കയ്യിൽ നിന്ന് വഴുതിപ്പോയതിന് ശേഷം അവിടെ ഇരുന്ന് പുറത്തേക്ക് കിടക്കാതെ എനിക്ക് ശ്രേയസ് തരൂ എന്നാണ് പറഞ്ഞത്. പരീക്ഷിത്ത് എന്ത് ചോദിച്ചുവോ ആരോട്? ശുകമഹർഷിയോട്. അത് തന്നെയാണ് അർജുനൻ വിലപിച്ച് ആവശ്യപ്പെട്ടത്. ഇവിടെ ഉദ്ധവൻ ചോദിക്കുന്നതും അത് തന്നെയാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്നായിരുന്നു അർജുനൻ പുലമ്പിയത്. കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം എന്റെ മനസ്സിനെ പിടിപെട്ടിരിക്കുന്നു. അത് കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒരു ഉറപ്പിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. ഞാൻ ധർമ്മവിമൂഢനായി അങ്ങയോട് ചോദിക്കുന്നു, എനിക്ക് എങ്ങനെ ആയാൽ നന്മ വരുമോ? ആത്യന്തിക നന്മ അത് പറഞ്ഞു തരൂ. ഞാൻ ശിഷ്യനാണേ, വില്ലാളി വീരൻ അല്ലേ, ഞാൻ ശിഷ്യനാണ്. ഗുരു ഉപദേശിക്കുന്ന മാതിരി എന്നെ ഉപദേശിക്കണേ എന്ന് പുലമ്പുക ചെയ്തത് അർജുനൻ. ഇവിടെ ഉദ്ധവൻ പറയണത് എന്താ? സോഹം മമാഹമിതി മൂഢമതിർ വിഗാഢ. അങ്ങ് പറഞ്ഞു, എല്ലാം വിട്ട് ഇപ്പൊ തന്നെ പോയിക്കളയൂ, എന്നെ മനസ്സിൽ നിർത്തിക്കൊണ്ട്, എല്ലാ സ്ഥലത്തും എന്നെ കണ്ടുകൊണ്ട് എന്ന്. അങ്ങനെ പോവാനുള്ള ശക്തി എനിക്കില്ലല്ലോ എന്റെ കൃഷ്ണ, എന്റെ മനസ്സ് കൂട്ടാക്കണില്ലല്ലോ. എനിക്ക് അങ്ങയോട് വലിയ ഭക്തിയാണ്, ആദരവാണ്. അങ്ങ് പറഞ്ഞാൽ ഞൊടിയിടയിൽ ഞാനത് നിർവഹിക്കേണ്ടവനാണ്. ഈ കാര്യം എനിക്ക് നിർവഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ആശാപാശമുണ്ട്. ഈ ശരീരത്തോട് ഞാൻ എന്നൊരു തോന്നലുണ്ട്. ശരീരത്തിനെ അനുഭവിക്കാനുള്ള സാമഗ്രികളിലും ബന്ധുബാന്ധവന്മാരിലും എൻ്റെ എന്നുള്ളൊരു വിചാരമുണ്ട്. ഇത് രണ്ടും മനസ്സിലാണ്, ബുദ്ധിയിലാണ്. ആ മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ഇറങ്ങിച്ചെന്ന് അവിടെ അടിച്ചു വെടുപ്പാക്കാൻ ഈ ഉള്ളവന് സാധിക്കുന്നില്ലേ എന്റെ കൃഷ്ണ, സാധിക്കുന്നില്ലേ
എന്നെ സാധിപ്പിച്ച് തരണേ, അതിന് തക്ക ഉപദേശം തരൂ തരൂ തരൂ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങള്? എപ്പോഴാ നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്ക് കൊഴിയ? നമ്മൾ ഭഗവാന്റെ മുൻപിൽ ലിസ്റ്റും കൊണ്ടാണ് ചെല്ലുന്നത്. എത്ര ലിസ്റ്റാ എൻ്റെ അപ്പാ, എത്ര നക്ഷത്രങ്ങളാ, എത്ര തിഥികളാ നമ്മൾ കൊണ്ടു ചെല്ലണത്. ഈ ഭഗവാന്റെ അടുത്ത് സർവജ്ഞനായിരിക്കുന്ന ഭഗവാൻ, സർവശക്തനായ ഭഗവാൻ, എല്ലാ വിധത്തിലുള്ള യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പിന്റെ ആവശ്യമുണ്ടോ കൂട്ടരെ? എത്ര ആള് പറയണു ഇവിടെ? എന്നാ പിന്നെ ഇനി ഓർമ്മക്കുറിപ്പും കൊണ്ട് ചെല്ലുവോ? നിർത്തിവെക്കുവോ? അവിടെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ തേവരുടെ ജന്മനക്ഷത്രത്തിൽ ഗംഭീരമായിട്ടൊരു വഴിപാട് നടത്തുക. അദ്ദേഹം സന്തോഷിക്കട്ടെ, ലോകം മുഴുവനും സന്തോഷിച്ചു എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ അവിടെ പോയി പറയണം. അതാണ് നമുക്ക് ആവശ്യം, അതാണ് ചെയ്യേണ്ടത്. കരഞ്ഞ് ആവശ്യപ്പെടുകയാണ്. തത്വഞ്ജസാനിഗതം ദിഗതിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. എന്നെ ഉപദേശിക്കൂ, ഉപദേശിക്കൂ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറൂ. അവിടെയുള്ള മാലിന്യങ്ങളും പൂച്ചക്കൂടും മാറോലയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റൂ. എന്നിട്ട് എനിക്ക് കയ്യും വീശി ദ്വാരക വിട്ട് സ്വജനങ്ങളെയും ബന്ധുക്കളെയും വിട്ട് ബദരികാശ്രമത്തിലേക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കണം. അത് സാധിപ്പിച്ച് തരണം എന്നാണ് കൃഷ്ണനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ കൃഷ്ണൻ പറയുകയാണ് അർജുനോട് പറഞ്ഞതുപോലെ. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞു, എത്ര ത്രിസർഗോ മൃഷ. പ്രപഞ്ചത്തിന്റെ ഉറവിടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ഉറവിടത്തിന്റെ മുൻപിൽ ഈ പ്രപഞ്ചം സ്വപ്നം പോലെ മിഥ്യയായി തീരുന്നു. ആ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം എടുത്തു പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണന്റെ പറച്ചല്. ഇവിടെ ഉദ്ധവന് ആവശ്യം എന്താണ്? സ്വജനങ്ങളെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് ദ്വാരകയിൽ നിന്ന് ഉടനടി കൃഷ്ണപരമാത്മാവിനോടും യാത്ര പറഞ്ഞ് ബദരികാശ്രമത്തിലേക്ക് പോയി നരനാരായണ പർവ്വതങ്ങളുടെ ഇടയിലിരുന്ന് കൃഷ്ണമഗ്നനായി ശരീരം വിഴുന്നത് വരെ കഴിഞ്ഞുകൂടണം. ഇതാണ് ആവശ്യം, ഇതാണ് ആവശ്യം. അപ്പൊ ആ പ്രപഞ്ചത്തോട് സ്വല്പമെങ്കിലും ഒരു കറ, അതിൻ്റെ ഒരു ഒട്ടലുണ്ടെങ്കിൽ അത് പോവാൻ പറ്റിയ തരത്തിലുള്ള ഉപദേശം പറയുകയാണ്. യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഈ ഒരു ശ്ലോകം പ്രേക്ഷകരെ നിങ്ങൾ പഠിക്കൂ, എഴുതി വയ്ക്കും. 32 അക്ഷരേ ഉള്ളൂ. നിങ്ങളുടെ മുൻ ചുമരിൽ തൂക്കൂ, വരുന്നവർ കാണട്ടെ. അർത്ഥവും എഴുതി വയ്ക്കൂ. അടക്കളയിലും തൂക്കൂ, കിടപ്പുമുറിയിലും തൂക്കൂ, വേണ്ടി വന്നാൽ കുളിമുറിയിലും ആയിക്കോട്ടെ. എഴുതൂ, എഴുതൂ, പഠിക്കൂ. മനുഷ്യനായി ജനിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അസലെവിടെയാ? പുറത്തല്ല, ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലാണ് വിഷയി സർവ്വ വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന വിഷയി കുടികൊള്ളുന്നത്. ആ വിഷയിയുടെ മുൻപിലാണ് വിഷയം. വിഷയാണ് ഇവിടെ പ്രധാനം, കാണുന്ന വിഷയമല്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സബ്ജക്റ്റ് എന്നൊന്നുണ്ട്, സബ്ജക്റ്റ് എന്നൊന്നുണ്ട്. ആ സബ്ജക്റ്റിന്റെ മുൻപിലെ ഒരു വസ്തു ഓബ്ജക്റ്റ് ആവുള്ളൂ. ഞാനിവിടെ പന്തൽ കാണുന്നു, തൂണ് കാണുന്നു, സദസ്യരെ കാണുന്നു. ഇത് മുഴുവനും എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിൽ, ഞാൻ ഉണ്ടെങ്കിലേ ഇത് മുഴുവനും എനിക്ക് കാഴ്ചയായി തീരുള്ളൂ. അതുകൊണ്ട് കാഴ്ചയോ മുൻപിൽ, കാണുന്നവനോ മുൻപിൽ. കാണുന്നവനാണ് മുൻപിൽ. അയാൾ കണ്ണടച്ചാൽ ഒരൊറ്റ കാഴ്ച അവിടെ ഉണ്ടാവില്ല, ഒരു കാഴ്ച അവിടെ ഉണ്ടാവില്ല. യദിദം മനസാ വാച. ഇവിടെ എന്തെല്ലാം ഉണ്ടോ? മനസാ, മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നത്; വാച, വാക്കുകൊണ്ട് വിവരിക്കുന്നത്; ചക്ഷുർഭ്യാം, കണ്ണുകൾ കൊണ്ട് കാണുന്നത്; ശ്രവണാദിഭി, കാതുകൾ കൊണ്ട് കേൾക്കുന്നത്. അത് മുഴുവനും എൻ്റെ ഉദ്ധവ നശ്വരം. പ്രേക്ഷകരെ, ഞാനിത് എത്ര തവണ പറയണം? നമ്മുടെ മനസ്സുകൊണ്ട് നനയ്ക്കുന്നതും വായ കൊണ്ട് സംസാരിച്ച് വ്യപദേശിക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതുമെല്ലാം നശ്വരം, നശ്വരമാണ്, നശിക്കുന്നതാണ്. ഗൃഹ്യമാണം ച, ഇതൊക്കെ കാണപ്പെടുന്നതും അനുഭവിക്കപ്പെടുന്നതുമാണ്. കാണപ്പെടുക എന്ന് പറയുമ്പോൾ കാണുന്നവനാൽ കാണപ്പെടുകയാണ്. നിങ്ങൾ കാണപ്പെടണമെങ്കിൽ ആരാൽ കാണപ്പെടുന്നുവോ ആ ആള് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുൻകൂർ അവിടെ ഉണ്ടാവണം. എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ?
നിങ്ങൾ എൻ്റെ മുൻപിൽ എന്നാൽ കാണപ്പെടണമെങ്കിൽ കാണുന്ന ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി അവിടെ മുൻപിലുണ്ടാവണം. അപ്പോഴേ കാണപ്പെടൽ സംഭവിക്കുള്ളൂ. ഗൃഹ്യമാണം ച, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന വസ്തുക്കൾ മുഴുവനും കാണപ്പെടുന്നതാണ്. അവിടെ കാണുന്ന ഒരു ഘടകം വേറെ ഉണ്ട്. നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഇത് മുഴുവനും മനോമയമാണ്, മനസ്സുണ്ടാക്കി തീർക്കുന്നതാണ്. നിങ്ങൾക്ക് ശരീരമുണ്ട് എന്നൊരു തോന്നൽ ശരീരമുണ്ടാക്കുന്നുവോ, അതോ നിങ്ങളുടെ മനസ്സ് എനിക്കൊരു ശരീരമുണ്ടെന്ന് തോന്നിക്കുന്നുവോ? പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ശരീരം പറയുന്നുണ്ടോ എനിക്കൊരു മനസ്സുണ്ടെന്ന്, അതോ മനസ്സ് പറയുന്നുവോ എനിക്കൊരു ശരീരമുണ്ടെന്ന്? ഇതേ മനസ്സ് ശരീരമില്ലാതെ നിങ്ങളെ കിടത്തി ഉറക്കണില്ലേ? ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരമുണ്ടോ? മനസ്സ് പോലുമുണ്ടോ? ബുദ്ധിയുണ്ടോ? അച്ഛനോ അമ്മയോ കൂട്ടാളിയോ ആരെങ്കിലും ഉണ്ടോ? വീട് കട്ടിൽ കിടക്കുണ്ടോ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടോ? ഒക്കെ പോയില്ലേ? മനസ്സാണല്ലോ ഉണ്ട് എന്ന് തോന്നിക്കുന്നത്. അതേ മനസ്സ് തന്നെയല്ലേ ഇല്ല എന്ന് തോന്നിക്കുന്നതും. ഉണർന്നത് ആരാ? ശരീരമോ മനസ്സോ? മനസ്സ് ഉണർന്നു, കണ്ണു തുറന്നു, ലോകം കണ്ടു. അതേ മനസ്സ് വൈകുന്നേരമായി ക്ഷീണായി കണ്ണടച്ചു, ഉറങ്ങി, ലോകം പോയി. പോയോ? പോയില്ലേ? എണീറ്റപ്പോഴോ ലോകം വന്നു. ആരെണീറ്റപ്പോഴാ ലോകം വന്നത്? ലോകം എണീറ്റപ്പോൾ നിങ്ങൾ വന്നുവോ? നിങ്ങൾ എണീറ്റപ്പോൾ ലോകം വന്നുവോ? നമ്മൾ എണീറ്റപ്പോഴാണ് ലോകം വരുന്നത്. അപ്പൊ ലോകത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിൽ അധിഷ്ഠിതമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം. ഇവിടെ മനോമയമല്ലാത്തതൊന്നുമില്ല. എന്ത് മനോമയമല്ലാത്തതൊന്നുമില്ല. മനസ്സെവിടെയാ? നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും മനോമയമോ അതോ നിങ്ങളുടെ മനസ്സ് പ്രപഞ്ചമയമോ? പേരും മേൽവിലാസമൊക്കെ ഒന്ന് മാറ്റുവപ്പാ. നിങ്ങളുടെ ധാരണയൊക്കെ ഒന്ന് പൊളിച്ചെഴുതിൻ. കാലഹരണപ്പെട്ടു. മനസ്സാണ് ഇവിടെ പ്രമാണം. മനോമയമാണ് ഇവിടെ മുഴുവനും. ആ മനസ്സ് സ്ഥൂലമല്ല, സൂക്ഷ്മമായിരിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ളത്. ആ സൂക്ഷ്മ മനസ്സിന്, ഇനി പറയുന്നത് ശ്രദ്ധിച്ചോളൂ, ആ സൂക്ഷ്മ മനസ്സിന് ഒരു സ്ഥൂല വസ്തുവിനെ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും? സ്ഥൂലത്തിൽ നിന്ന് സ്ഥൂലമുണ്ടാവും, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം ഉണ്ടാവോ? എന്താ മേപ്പെട്ട് നോക്കണത്? ഒരു സ്ഥൂലത്തിൽ നിന്ന് ഇനി ഒരു സ്ഥൂല വസ്തു ഉണ്ടായി എന്ന് വരാം. മാതൃഗർഭം സ്ഥൂലമാണ്, അതിൽ നിന്ന് സ്ഥൂല രൂപത്തിലുള്ള ഒരു ശിശു ഉണ്ടായി എന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷേ മാതാവിന്റെ മനസ്സിൽ നിന്ന് ഒരു സ്ഥൂലം ഉണ്ടാവുമോ? മനസ്സ് സൂക്ഷ്മമാണ്. ഇപ്പൊ നമ്മളൊരു ആനയെ കണ്ടു, ഒരു പർവ്വതത്തെ കണ്ടു. ആ പർവ്വതത്തെ കാണുമ്പോൾ ആ പർവ്വതത്തിന്റെ അളവോളം ഒരു അനുഭവം, ഒരു പരിമാണം, ഒരു മാനം നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ അതുപോലെ ഒരു പർവ്വതമോ ഒരു ആനയോ വന്നാൽ നമ്മുടെ ശരീരം പൊട്ടിപ്പോവില്ലേ? എന്താ മിണ്ടാത്തെ? പൊട്ടില്ലേ? അപ്പൊ നമ്മൾ ആനയെ എവിടെയാ കാണുന്നതപ്പോ? പുറത്തുള്ള ആന അവിടെ നിൽക്കണു, ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് കാണുന്നു. ആനയുടെ അനുഭവം എനിക്ക് ഉണ്ടാവുന്നുണ്ട്. ആ അനുഭവം ഉണ്ടാക്കി തരുന്ന മനസ്സ് ഒരാനയെ ഉള്ളിൽ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാ ആനയുടെ അനുഭവം ഉണ്ടാക്കിയത്? ആനയാണെങ്കിൽ പുറത്ത് നിൽക്കണു, നമ്മളാണെങ്കിൽ ഉള്ളിൽ അനുഭവിക്കണു. ആ അനുഭവത്തിൽ ഒരാന ഉണ്ടായിട്ടില്ല, പക്ഷേ ആനയുടെ അനുഭവം ഉണ്ടാവണു. എന്നിട്ട് നിങ്ങൾ പറയണു ഞാൻ ആനയെ കണ്ടു എന്ന്. ഏതാനയെ കണ്ടത്? പുറമേയുള്ള ആനയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ മനസ്സ് പെയിന്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു ഛായ നിങ്ങൾ കണ്ടുവോ? ഛായയാണ് നിങ്ങൾ കണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഛായ സൂക്ഷ്മമോ സ്ഥൂലമോ? സ്ഥൂലം. മനസ്സ് സൂക്ഷ്മമാണ്. അപ്പൊ മനസ്സിലുണ്ടാകുന്ന ഛായ സൂക്ഷ്മമേ ആകുള്ളൂ. ആ സൂക്ഷ്മ ഛായയെ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ സ്ഥൂല വസ്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല. അതാണ് മായാമയം എന്ന് പറഞ്ഞത്. യദിദം മനസാ വാചാ ചക്ഷുർഭ്യാം ശ്രവണാദിഭിഃ നശ്വരം ഗൃഹ്യമാണം ച വിദ്ധി മായാമനോമയം.
വിദ്ധി മായാമനോമയം. ഒന്ന് ചൊല്ലൂ. നിങ്ങൾ എന്താ കൂട്ടായിട്ട് ചൊല്ലാത്തെ? വിദ്ധി മായാമനോമയം, വിദ്ധി മായാമനോമയം, വിദ്ധി മായാമനോമയം. ഇതാണ് കൃഷ്ണന്റെ ഉപദേശം. ആ ഉപദേശം കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന്, ജ്ഞാനമാണ് ഇവിടെ ഉപദേശിക്കുന്നത്, ഇറങ്ങിച്ചെന്ന് നമ്മുടെ മനസ്സിലുള്ള സർവ്വ വിഷമങ്ങളെയും തീർത്ത് നമുക്ക് പുതിയതായ ഒരു ഉണർവ്, ഒരു ഉൾബലം, ഒരു ഉൾക്കാഴ്ച, ആ ഉൾബലത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും മുൻപിൽ നമുക്ക് എല്ലാറ്റിനെയും അങ്ങോട്ട് വിട്ടുകളയാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ശക്തി മനുഷ്യനുണ്ട്. അതിനാണ് മനുഷ്യജന്മം, മനുഷ്യ ശരീരം, മനുഷ്യ മസ്തിഷ്കം, മനുഷ്യ ഹൃദയം, മനുഷ്യന്റെ നാവ്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളാരും ഈ ലോകത്തിന്റെ ദാസന്മാരല്ല, അടിമകളല്ല. ഈ ലോകത്തിൽ നമുക്ക് മാനമായി ജീവിക്കണം, മര്യാദയോടുകൂടി ജീവിക്കണം, മൂല്യവത്തായി ജീവിക്കണം. നമുക്ക് ഇവിടെ നമ്മളെ ഇവിടെ തടസ്സം കെട്ടാനോ നമ്മുടെ മനസ്സിനെ കെട്ടിയിടാനോ ലോകത്തിൽ ഒരൊറ്റ ആൾക്ക് സാധിക്കില്ല. കൃഷ്ണന്റെ ഓടക്കുഴൽ കേട്ട് ഗോപസ്ത്രീകളും കുമാരികളും എല്ലാവരും ഓടിപ്പോയി. ചിലരെ മാത്രം വീട്ടിലുള്ളവർ പോകാൻ പറ്റാതെ തടഞ്ഞ് അവിടെ ഇട്ടു. തടഞ്ഞിട്ടപ്പോൾ എന്തുണ്ടായി? ശരീരത്തിനെ ബന്ധിക്കാൻ വാതിലടച്ചവർക്ക് സാധിച്ചു. പക്ഷേ കൃഷ്ണനോട് തോന്നിയ ഭക്തി കുടികൊണ്ടത് മനസ്സിലായിരുന്നു. ആ മനസ്സിനെ കെട്ടാൻ ഒരാൾക്കും പറ്റിയില്ല. വാതിൽ പൂട്ടി അടച്ചിട്ടപ്പോ ആ ഉൾ മനസ്സിന്റെ തീവ്രതയും ശക്തിയും ഉജ്ജ്വലതയും കൂടി അവര് ക്ഷണത്തിൽ കൃഷ്ണന്റെ സമക്ഷം എത്തിച്ചേർന്ന് കൃഷ്ണനായി ലയിച്ചു ചേർന്നു. നഷ്ടം വന്നത് ആർക്കാ? അങ്ങനെയുള്ള വിഡ്ഢികളാവരുതേ. നിങ്ങൾ ആരും അങ്ങനെയുള്ള പടുവിഡ്ഢികളാകരുത്. ആർക്കെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തിയെ പോഷിപ്പിച്ചോളൂ. അത് നിങ്ങളുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. ദീർഘകാലികമായിരിക്കുന്ന ഒരു ശക്തിയും ഒരു ബലവുമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ധാരാളമില്ലെങ്കിലും കുറച്ചെങ്കിലും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒന്നും ഉണ്ടാവട്ടെ. പ്രഹ്ലാദനെ പോലെയും ധ്രുവനെ പോലെയും ഉള്ളവർ. നിങ്ങൾ ഒരിക്കലും ഭക്തനെ കണ്ടാൽ നിന്ദിക്കരുത്, പ്രോത്സാഹിപ്പിച്ചോളൂ. വ്രജകുലത്തിലുള്ളവർ ചെയ്ത മാതിരി വാതിലിട്ട് അടച്ചു പൂട്ടിയത്രേ. ഭഗവാനോട് സ്നേഹം തോന്നിയത് അവർക്ക് സഹിച്ചില്ലെന്ന്. ഭഗവാനോട് സ്നേഹം തോന്നിയവരെ ആദരിക്കാതെ അതിൽ അസഹിഷ്ണുത കാണിക്കുന്ന ഒരൊറ്റ കുഞ്ഞിനും ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹതയില്ല, അവകാശമില്ല, അധികാരമില്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. മനസ്സിനോടാണ് നാം സംസാരിക്കുന്നത്. മനസ്സിന്റെ ബലമാണ് ഇവിടെ ചിന്താവിഷയം. ഏത് മനസ്സിലാണോ ലോകത്തിന്റെ പ്രതീതി പരിലസിക്കുന്നത്, അതേ മനസ്സിൽ ആ പ്രതീതിയെ മുഴുവനും തുടച്ചു മാറ്റാനുള്ള ശക്തിയും അധിവസിക്കുന്നു. അതിന്റെ തെളിവാണ് പ്രതിദിനം നാം ഉറങ്ങുന്നത്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ മാത്രമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. മാത്രമായി. അവിടെ ഒരു കുടുംബാംഗമില്ല, നിങ്ങളുടെ ശരീരമില്ല, മനസ്സില്ല, ബുദ്ധിയില്ല. ഞാൻ തന്നെ കിടന്നുറങ്ങി. ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചം മുഴുവനും എവിടെ പോയി? പ്രേക്ഷകരെ, എവിടെ പോയി? ആര് തുടച്ചു മാറ്റി? ഏത് ടോർച്ച് ലൈറ്റാ അവിടെ വന്നത് ആ ഇരുട്ട് നീക്കാൻ? ഒന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കുറച്ച് കാണരുത്, കൂട്ടിക്കണ്ടോളൂ. അതിന്റെ മഹിമ മനസ്സിലാക്കൂ, അതിന്റെ മേന്മ മനസ്സിലാക്കൂ. അതിന്റെ ഉത്തുംഗതയും വിശാലതയും അഭൗമമായിരിക്കുന്ന പ്രഭാവവും നിങ്ങളുടെ മനസ്സിൽ എന്നും പ്രകാശിക്കട്ടെ. ഞാനിവിടെ നാളെ മുതൽക്ക് 28ാമത്തെ അധ്യായമാണ് പറയാൻ പോകുന്നത്. 7ാം അധ്യായത്തിലാണ് കൃഷ്ണന്റെ ഉപദേശം തുടങ്ങിയത്. 27 അധ്യായം, എല്ലാം കൂടി 24. 25ാമത്തതിൽ കൃഷ്ണൻ അത് പരിസമാപിപ്പിക്കുകയാണ്. ആ 28ാമത്തെ അധ്യായം പറയുന്നതിന് ഒരു മുഖവുരയായി ഞാൻ ഇന്ന് പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ആ 7 മുതൽ 27 അധ്യായം വരെ കൃഷ്ണൻ എന്തു പറഞ്ഞു എന്നുള്ളത് 3-4 ശ്ലോകങ്ങളെങ്കിലും അവതരിപ്പിച്ച് സംഗ്രഹിച്ച് പറഞ്ഞതിന് ശേഷം നാളെ തന്നെ 28ാമത്തെ അധ്യായം തുടങ്ങി ഓരോ ശ്ലോകത്തിനും വിവരണവും വ്യാഖ്യാനവുമായി പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വർത്തമാനം എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ എത്രയും പേർ ഇവിടെ വന്നു ചേരൂ. ഈ അതിമഹത്ത് അമൃത നിഷ്യന്തികളായിരിക്കുന്ന ഈ ഉപദേശം എല്ലാവരും കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അമർത്യബോധമുണ്ടാവണം. ഞാൻ തൽക്കാലം നിർത്തട്ടെ. പതിവ് പോലെ ഒരു ശ്ലോകം പറയാം. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപദേ
ഹേ കംസാന്തക, ഹേ ഗജേന്ദ്ര കരുണാപാരീണ, ഹേ മാധവ, ഹേ രാമാനുജ, ഹേ ജഗത്രയ ഗുരോ, ഹേ പുണ്ടരീകാക്ഷമാം, ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓം, ഹരി ഓം. എല്ലാവരും കൂടി ജപിക്കാൻ. ഓ ഹരി ഓം. എല്ലാവരും സന്തോഷായി സൗഭാഗ്യത്തിമിർപ്പോടുകൂടി ജീവിക്കും.